ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് ശ്രീ സുന്ദരൻ സാറാണ്. അദ്ദേഹം എടുക്കുന്ന സബ്ജക്റ്റ് കേരള സർവീസ് റൂൾസാണ്. അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് 2012. അദ്ദേഹത്തെ കേരള പോലീസ് അക്കാഡമിയുടെ പേരിലും ഈ ക്ലാസ്സിൻ്റെ പേരിലും ഞാൻ സഹർഷം ഈ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ സർവീസ് റൂളുകൾ നമുക്കറിയാം, ഒരു പാരാവാരം പിടിച്ച സബ്ജക്റ്റാണ്. മറ്റു വിഷയം പോലെയല്ല, ഒരുപാടുണ്ട്. നമുക്കിപ്പോൾ വെൻ വി ടോക്ക് ഓഫ് സർവീസ് റൂൾസ് നമുക്ക് KSR ആണ് നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മിക്കുക. പക്ഷേ KSRനേക്കാൾ പ്രധാനപ്പെട്ടതാണ് KS&SSR അഥവാ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ്. പല ആൾക്കാർക്കും അറിഞ്ഞുകൂടാ, പല ഡിപ്പാർട്ട്മെൻറ്റിലും ഇങ്ങനെ ഒരു റൂളുള്ള വിവരമേ അറിയില്ല. പണ്ട് KS&SRലെ റൂൾ 20 പ്രകാരം ഒരാളുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാം എന്ന് പറഞ്ഞ് ഫയലിൽ എഴുതി കൊടുത്തപ്പോൾ ഈ മേലധികാരി അദ്ദേഹം KS&SR കേട്ടില്ല അത്രയും. അദ്ദേഹം പറഞ്ഞു KSRൽ ഇപ്പോൾ ടെസ്റ്റ് കൂടിയോ, തെറ്റ് എഴുതിയതാണോ എന്ന് ചോദിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ഇത് പഴി പറയുന്നതല്ല, ആർക്കെങ്കിലും അങ്ങനെ സംഭവിക്കാം. കാരണം ഈ വിഷയവുമായിട്ട് പ്രത്യേകിച്ച് സർവീസും എസ്റ്റാബ്ലിഷ്മെൻറ്റ് മാറ്റേഴ്സുമായി ബന്ധപ്പെടാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ദിസ് മേ ബി എ ന്യൂ സബ്ജക്റ്റ്. ഈ KS&SRന് KSRനേക്കാൾ പ്രാധാന്യം വരാൻ കാരണം KS&SRലെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരാളെ റിക്രൂട്ട് ചെയ്യുന്നത്, അഡ്വൈസ് കൊടുക്കുന്നത്, അയാൾക്ക് നിയമന ഉത്തരവ് കിട്ടുന്നത്, അയാളുടെ സീനിയോറിറ്റി വാച്ച് ചെയ്യുന്നത്, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നത്, അപ്പോയിൻമെൻറ്റ് റെഗുലറൈസ് ചെയ്യുന്നത്, പ്രൊമോഷൻ കൊടുക്കുമ്പോൾ വാട്ട് ഓൾ ഫോർമാലിറ്റീസ് ആർ ടു ബി ഒബ്സർവ്ഡ് ഫോർ പ്രൊട്ടക്ടിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് എ സീനിയർ ഓഫീസർ. ഇത് തൊട്ട് ഏതാണ്ട് 41ഓളം റൂളുകളുള്ള കമ്മ്യൂണിറ്റി റൊട്ടേഷൻ. ഇത് സംസ്ഥാനങ്ങളിൽ ഏതെല്ലാം ജാതികളാണ് SC/ST വിഭാഗത്തിൽപ്പെടുക, ഏതെല്ലാമാണ് OBCയിൽ പെടുക, ഇത് ഉത്തര കേരളത്തിൽ ഒരു ജാതി ഏത് പേരിൽ അറിയപ്പെടുന്നു, ഏത് സ്പെല്ലിങ്ങുകളാവാം എന്നുള്ള വാട്ട് ഓൾ ഇൻഫർമേഷൻ ആർ നെസസറി, അതെല്ലാം KS&SSRലുണ്ട്. അപ്പോൾ ജീവനക്കാരന് നിയമനം കിട്ടുന്നത് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റിന് തന്നെ ആവശ്യമായ ഘടകങ്ങളും സർവീസിൽ കണ്ടിന്യൂ ചെയ്യാനും ടു എൻജോയ് ഓർ ടു ക്ലെയിം ദ പ്രിവിലേജ് ഓഫ് എ ഗവൺമെൻറ് എംപ്ലോയി, ഇതിനൊക്കെ സംവിധാനം ഒരുക്കുന്നത് KS&SRാണ്. പക്ഷെ എന്നിരുന്നാലും വി ആർ മോർ കൺസേൺഡ് അബൌട്ട് KSR. കാരണം സർവീസിൽ കയറിയ തീയതി മുതൽ റിട്ടയർമെൻറ്റ് വരെയുള്ള ശമ്പളാനുകൂല്യങ്ങൾ, ലീവ്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ടി ആൻഡ് എവറിത്തിങ്, അതും പോസ്റ്റ് റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് KSRാണ്. നമ്മളൊക്കെ വി ആർ കൺസേൺഡ് അബൌട്ട് മണി മാറ്റേഴ്സ് അല്ലേ, ശമ്പളവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് താല്പര്യം. അതുകൊണ്ടാണ് വെൻ വി ടോക്ക് ഓഫ് സർവീസ് റൂൾസ്, കേരള സർവീസ് റൂൾസ് KS&SRനേക്കാൾ മുൻപേ വരാനുള്ള കാരണം. ശരിക്കും KS&SRാണ്. കാരണം ഫണ്ടമെൻ്റൽ ആയിട്ടൊരു ജീവനക്കാരൻ സർവീസിൽ കണ്ടിന്യൂ ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കി തരുന്നത് KS&SR അഥവാ സോ കോൾഡ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് 1958 ആണ്. നമുക്കിതെല്ലാം കവർ ചെയ്ത് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് സാധാരണ സർക്കാർ ജീവനക്കാർക്ക് ഇതിൻ്റെ കൂട്ടം ഗവൺമെൻറ് സർവൻസ് കോൺട്രാക്ട് റൂൾസ്, പോലീസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാനുവൽ കൂടാതെ ഈ ഗവൺമെൻറ് സർവൻസ് കോൺട്രാക്ട് റൂൾസ് ബാധകമല്ലേ? അതേന്നാണ് എൻ്റെ അഭിപ്രായം അല്ലേ? കേരള ഗവൺമെൻറ് സർവൻസ് കോൺട്രാക്ട് റൂൾസിൽ 96 റൂളുകളുണ്ട്. ഇത് നിവർത്തി നോക്കിയാൽ നേരെ ചൊവ്വേ ശ്വസിക്കാൻ വരെ ബുദ്ധിമുട്ടാണ്. അത്രയേറെ കടുത്ത നിബന്ധനകൾ അതിൻ്റെ അകത്തുണ്ട്. എന്താ കാരണം? വൈ ദ ഗവൺമെൻറ് ആർ വെരി പർട്ടിക്കുലർ വിത്ത് ഇംപ്ലിമെൻറ്റിങ് സച്ച് അഡവൻറ്റ് റൂൾസ്. കാരണം സർക്കാർ ജീവനക്കാരനും സർക്കാർ ജീവനക്കാരൻ്റെ കുടുംബവും സമൂഹത്തിൽ റോൾ മോഡലായി ജീവിക്കണം. അതിന് വാട്ട് ഓൾ റെസ്ട്രിക്ഷൻസ് ആർ ടു ബി ഇമ്പോസ്ഡ് ഓൺ എ ഗവൺമെൻറ് എംപ്ലോയി, അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഗവൺമെൻറ് സർവീസ് കോൺട്രാക്ട് റൂൾസ്. ഇതിൽ സർക്കാർ ജീവനക്കാരൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കാര്യങ്ങളിൽ വരെ കടുത്ത നിയന്ത്രണമുണ്ട്. ഗവൺമെൻറ് സർവീസ് കോൺട്രാക്ട് റൂൾസിലെ റൂൾ നമ്പർ 4 പ്രകാരം സർക്കാർ ജീവനക്കാരൻ്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരു സ്ഥാപനം, കച്ചവട സ്ഥാപനം തുടങ്ങണമെങ്കിൽ പെർമിഷൻ ഓഫ് ദ ഗവൺമെൻറ് ഈസ് നെസസറിയാണ്. അപ്പോൾ നമുക്ക് തോന്നാം, എന്തിനാണ് ഇങ്ങനൊരു നിബന്ധന? വൈ ദ ഗവൺമെൻറ് ആർ ഇൻ്റർഫിയറിംഗ് വിത്ത് ദ പേഴ്സണൽ റൈറ്റ് ഓഫ് എ ഗവൺമെൻറ് എംപ്ലോയീസ് ഫാമിലി. ഇതല്ല, സർക്കാർ ജീവനക്കാരൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണോ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഔദ്യോഗിക സൗകര്യങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ മേന്മയ്ക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെട്ടാൽ ജീവനക്കാരൻ പിന്നെ അതാണ് ഗുണമെന്ന് തോന്നും. അവസാനം അയാൾ അതിലേക്ക് വ്യാപൃതനാവും. അൾട്ടിമേറ്റ്ലി വാട്ട് ഹാപ്പൻസ്, ദ ഡിപ്പെൻഡൻറ്റ് ഫാമിലി മെമ്പേഴ്സ് വിൽ ബി ഇൻ ഹോട്ട് വാട്ടേഴ്സ്. ഇത് ഒഴിവാക്കാനാണ് ഈ ഒരു നിയന്ത്രണം. ഇത് എത്രയോ കേസുകളുണ്ട്. നമ്മളിപ്പോൾ തൃശ്ശൂർ ഉള്ള എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഒരു പ്രിവൻറ്റീവ് ഓഫീസർ, അദ്ദേഹത്തിൻ്റെ വൈഫ് തൃശ്ശൂർ നല്ലൊരു ഇഷ്ടിക നിർമ്മാണ സ്ഥാപനമുണ്ട്, സിമൻറ്റ് ഇഷ്ടിക. ഇതിനെതിരെ ഒരാൾ പരാതി കൊടുത്തു. ഈ പരാതി ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അന്വേഷിച്ചു. പഞ്ചായത്ത്, ലോക്കൽ ബോർഡ്, ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് വകുപ്പുകൾ, ഇതൊക്കെ പരിശോധിച്ചു, ഇൻക്ലൂഡിങ് ഹെൽത്ത്. സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചിട്ടാണ് ഈ സ്ഥാപനമെന്നും അതുകൊണ്ട് ഈ കംപ്ലയിൻറ്റ് പെറ്റീഷൻ ഈസ് എ ഫേക്ക് വൺ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. പക്ഷേ കംപ്ലയിനൻ്റ് ഒരു സർക്കാർ ജീവനക്കാരനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരാളായിരിക്കണം. അദ്ദേഹം എക്സൈസ് കമ്മീഷണർക്ക്, നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷിരാജ് സിംഗ് സാറിൻ്റെ ഒരു പേഴ്സണൽ കത്ത് കൊടുത്തു. അതിൽ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ റേഞ്ച് ഓഫീസിലെ പ്രിവൻറ്റീവ് ഓഫീസർക്ക്
ഭാര്യയുടെ പേരിൽ ഇങ്ങനെ സ്ഥാപനം ഉണ്ടെന്നും അദ്ദേഹം ഗവൺമെൻറ് സർവീസ് കോൺട്രാക്ട് റൂളിലെ ചട്ടം 4 പ്രകാരമുള്ള പെർമിഷൻ വാങ്ങാതെയാണ് ഈ സ്ഥാപനം തുടരുന്നത് എന്നും അതിനാൽ ഇയാൾക്കെതിരെ പരാതി കൊടുക്കണം എന്നും നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് പരാതി പോയത്. ഉടനെ ഈ നോട്ടീസ് കിട്ടിയ ഉടനെ അദ്ദേഹം ഇർഷാദ് സിംഗ് സാർ നേരിട്ട് അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ തന്നെ ഒരു ഷോക്ക് നോട്ടീസ് ഇദ്ദേഹത്തിന് കൊടുത്തു. നിങ്ങളുടെ പേരിൽ, നിങ്ങളുടെ വൈഫിൻ്റെ പേരിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് ഇങ്ങനൊരു സ്ഥാപനം നടക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഗവൺമെൻറ് സർവീസ് കോൺട്രാക്ട് റൂളിലെ ചട്ടം 4 പ്രകാരമുള്ള പെർമിഷൻ വാങ്ങാതെയാണ് ചെയ്തത്. വി ആർ ഗോയിങ് ടു ടേക്ക് ആക്ഷൻ അഗൻസ്റ്റ് യു. ഇതിനെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ നോട്ടീസ് കിട്ടി 15 ദിവസത്തിനുള്ളിൽ മറുപടി തരണം എന്നുള്ളൊരു നോട്ടീസ് ഞാൻ കണ്ട ആളാണ്. ഞാനും കൂടി ഇടപെട്ടാണ് അതിന് റിപ്ലൈ ആക്കി കൊടുത്തത്. അപ്പോൾ ഗവൺമെൻറ് ജീവനക്കാരൻ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്, ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഔദ്യോഗിക പരിവേഷമോ സൗകര്യമോ അറിഞ്ഞോ അറിയാതെയോ കുടുംബാംഗങ്ങൾ തുടങ്ങുന്ന സ്ഥാപനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അബ്യൂസ് ചെയ്യപ്പെട്ടാൽ അത് അവസാനം ആ ജീവനക്കാരനെയും ജീവനക്കാരൻ്റെ കുടുംബത്തെയും കഷ്ടത്തിലാക്കും എന്ന് ഗവൺമെൻറ്റിൻ്റെ തിരിച്ചറിവാണ് ഇത്തരം നിബന്ധനകൾ മുഴുവൻ. ഒരുപാട് നിബന്ധനകളുണ്ട് ഈ റൂൾ. നമുക്കത് മുഴുവൻ ഡിസ്കസ് ചെയ്യാൻ നേരില്ല. നല്ലൊരു സബ്ജക്റ്റാണ് ഗവൺമെൻറ് സർവീസ് കോൺട്രാക്ട് റൂൾസിൽ പറയുന്ന കാര്യങ്ങൾ. ഇതിൽ ഒരു സർക്കാർ ജീവനക്കാരൻ്റെ റൂൾ നമ്പർ 6 പ്രകാരം നോ ഗവൺമെൻറ് എംപ്ലോയി ഷാൽ റിസീവ് എനി കൈൻഡ് ഓഫ് കോംപ്ലിമെൻറ്റ്, അവാർഡ്, ഗിഫ്റ്റ് ഓർ എനി പ്രസൻറ്റേഷൻ ഫ്രം ദ പബ്ലിക്കാണ്. ഒരു കാരണവശാലും ഹൗവർ വാല്യൂലെസ് ഇറ്റ് മേ ബി. ഇനി ഏതെങ്കിലും സാഹചര്യവശാൽ ഒരു ജീവനക്കാരന് ഒരു പൊതുയോഗത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ഒരു പ്രസൻറ്റേഷനോ ഗിഫ്റ്റോ വാങ്ങേണ്ടി വന്നാൽ ദാറ്റ് ഷുഡ് ബി സറണ്ടർഡ് ടു ഗവൺമെൻറ്. അതാണ് റൂൾ 9 പറയുന്ന വ്യവസ്ഥ. പക്ഷേ ഗവൺമെൻറ് എടുക്കില്ല. സർക്കാർ പറയും അത് ആഫീസിൽ ഒരു കോമൺ പ്രോപ്പർട്ടി ആയിട്ട് ഉപയോഗിച്ചോളാൻ വ്യവസ്ഥ തരും. അപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട ആഫീസിലെ സ്റ്റോക്ക് രജിസ്റ്ററിലോ കൺസേൺ രേഖകളിലോ രേഖപ്പെടുത്തിയിട്ട് അത് പബ്ലിക് വസ്തുവായിട്ട് ഉപയോഗിക്കാം. കാരണം ഇതിങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ സർക്കാർ ജീവനക്കാരൻ്റെ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും ഇത്തരം പാരിതോഷികം കൈപ്പറ്റുന്നതിന് താല്പര്യമുള്ളവരാണെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയി ഷുഡ് ഡിസ്കറേജ് സച്ച് ഫാമിലി മെമ്പേഴ്സ് എന്നും കൂടി ഈ റൂൾ 6 റൂൾ 9 പറയുന്നുണ്ട്. സർക്കാർ ജീവനക്കാരൻ സ്ഥിരമായി കടക്കാരനാവാൻ പാടില്ല. ഇവിടെ തന്നെ ഏതൊരു ഉദ്യോഗസ്ഥൻ്റെ പേരിൽ അങ്ങനെ നോട്ടീസ് ഇവിടെ നമ്മുടെ ഈ അക്കാഡമിയിൽ ആർക്കും ഇഷ്യൂ ഉണ്ട്. ഒരു ജീവനക്കാരൻ റൂൾ നമ്പർ 51 പ്രകാരം നോ ഗവൺമെൻറ് എംപ്ലോയി ഷാൽ ബി പെർപ്പച്വൽ ഡെറ്റർ. ആരാണ് പെർപ്പച്വൽ ഡെറ്റർ? ഒരു ജീവനക്കാരൻ്റെ സിംഹഭാഗം തുകയും അത് റിക്കവറി ആയി പോയാൽ ദാറ്റ് എംപ്ലോയി സപ്പോസ് ടു ബി എ പെർപ്പച്വൽ ഡെറ്ററായിട്ട് കണക്കാക്കുക. അയാൾക്കൊരു നോട്ടീസ് കൊടുക്കണം. സോറി, ഞാൻ അറിഞ്ഞതോ പറയാൻ കാരണം അത് ആർക്കെങ്കിലും ജാമ്യം നിന്നാൽ മതി. ഒരു മേലുദ്യോഗസ്ഥന് ജാമ്യം നിന്നിട്ട് ബാധ്യത വന്നാൽ 2 കൊല്ലത്തിനുള്ളിൽ ഈ ബാധ്യത നിങ്ങൾ തീർത്ത് വന്നില്ലെങ്കിൽ യു വിൽ ബി പ്രൊസീഡഡ് അഗൻസ്റ്റ് ഫോർ ടെർമിനേഷൻ ഫ്രം സർവീസിന് നോട്ടീസ് കൊടുക്കുന്ന വ്യവസ്ഥ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ലോൺ എടുക്കുമ്പോൾ സർക്കാർ ജീവനക്കാർ സാമ്പത്തിക കടം കൈമാറുമ്പോൾ എന്തെല്ലാം ചെയ്യണമെന്നും ഏതെല്ലാം സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങണമെന്നൊക്കെ വ്യക്തമായ നിയമമുണ്ട്. ഒരു മേലുദ്യോഗസ്ഥൻ ഒരിക്കലും തൻ്റെ കീഴ് ജീവനക്കാരനെ പേഴ്സണൽ ഷൂറിറ്റി ആക്കരുത്. അതാണ് വ്യവസ്ഥ. കാരണം അത് അയാൾ സ്വമനസാലെ നിൽക്കുന്നതാവില്ല. ഇങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഇതിനകത്തുണ്ട്. ഗവൺമെൻറ് സർക്കാർ ജീവനക്കാരനോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ മമത സർക്കാർ ജീവനക്കാരൻ്റെ കുടുംബാംഗങ്ങളോടുണ്ട്. അത് വെളിവാകുന്ന എത്രയോ ഒക്കേഷനുണ്ട്. ഒരു ജീവനക്കാരൻ റിട്ടയർ ചെയ്യുമ്പോൾ 10 കൊല്ലത്തെ മിനിമം സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഹി വിൽ ബി എലിജിബിൾ ഫോർ പെൻഷൻ ആൻഡ് പെൻഷനറി ബെനിഫിറ്റ്സ്. അതേസമയം ഒരു സർക്കാർ ജീവനക്കാരൻ ഇന്ന് അറ്റൻഡൻസിൽ മാർക്ക് ചെയ്തിട്ട് വിതിൻ 10 മിനിറ്റ്സ് ഒരാൾ കൊളാപ്സ്ഡായി മരിച്ചാലും ഫാമിലിക്ക് ഫാമിലി പെൻഷൻ കിട്ടും. ഫാമിലി പെൻഷൻ തീരെ ചെറിയ എമൗണ്ട് അല്ല. മിനിമം പെൻഷൻ തന്നെ 8500 രൂപയും അതിൻ്റെ 15% ഡിയും വരും. ഇനി ഈ ജീവനക്കാരൻ്റെ ശമ്പള സ്കെയിൽ ഉയർന്ന സ്കെയിലാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിന് ഏറ്റവും അവസാനത്തെ സ്കെയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ 27ാമത്തെ ശമ്പള സ്കെയിൽ 93,000 തുടങ്ങി 1,20,000 അവസാനിക്കുന്നതാണ്. അപ്പോൾ ഇയാൾ 93,000 തുടങ്ങുന്ന ശമ്പള സ്കെയിലുകാരനാണെങ്കിൽ അതിൻ്റെ 30%, 93,000-ൻ്റെ 30% അയാൾക്ക് ഫാമിലി പെൻഷനായിട്ട് 31,000 രൂപ പ്ലസ് അതിൻ്റെ DA ഫാമിലിക്ക് ടിൽ ദ ലാസ്റ്റ് മെമ്പർ ഓഫ് ദ ഫാമിലി ഡൈസ് ഓർ ബിക്കംസ് ഡിസ്ക്വാളിഫൈഡ് ഫോർ റെസിപ്റ്റ് ഓഫ് ദി ഫാമിലി പെൻഷൻ അതുവരെ കിട്ടും. അപ്പോൾ ഫാമിലിയോട്, ജീവനക്കാരൻ്റെ കുടുംബാംഗങ്ങളോട് ജീവനക്കാരനോട് കാണിക്കുന്ന താല്പര്യത്തെക്കാൾ കൂടുതൽ ഗവൺമെൻറ് താല്പര്യം എടുക്കുന്നത്. കാരണം സർക്കാർ ജീവനക്കാരനും സർക്കാർ ജീവനക്കാരൻ്റെ കുടുംബവും റോൾ മോഡലായി സമൂഹത്തിൽ ഉണ്ടാവണം. അതാണ് സർക്കാരിൻ്റെ വിവക്ഷയും നിബന്ധനയും. അപ്പോൾ അതിനുവേണ്ടി വാട്ട് ഓൾ അഡമൻറ്റ് റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആർ ടു ബി ഇമ്പോസ്ഡ് ഓൺ ദ ഗവൺമെൻറ് എംപ്ലോയി ഫോർ അഷ്വറിങ് ദ വെൽഫെയർ ഓഫ് ദ ഫാമിലി. അതിനുവേണ്ടി എല്ലാ നടപടികളും എടുക്കും. അതുകൊണ്ടാണ് അതിൽ 96ഓളം റൂളുകളിലും അതിൽ ഒരു തൊന്തര പിടിച്ചാണ്ട് സർക്കാർ ജീവനക്കാർ പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സിന് നേരിട്ട് അഡ്രസ്സ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. എനിക്ക് തോന്നുന്നു യൂണിഫോം ഡിപ്പാർട്ട്മെൻറ്റുകൾക്കൊക്കെ ഇതിനേക്കാൾ കർശനമായ വേറെ ഗൈഡ് ലൈൻസ് വരാം.
പലരും ചെയ്യുന്നൊരു മണ്ടത്തരാണ്. നമ്മുടെ ഏത് മിനിസ്റ്റർമാരുടെ ഓഫീസിൽ പോയി നോക്കിയാലും സർക്കാർ ജീവനക്കാർ നേരിട്ട് എഴുതി കൊടുത്ത പരാതി കാണാം. ഈ സാധാരണ ഈ സിവിലിയൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതിൻ്റെ പേര് നടപടി എടുക്കില്ല. പക്ഷേ യൂണിഫോം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇത്തരം പരാതികൾ കിട്ടിയ നടപടി വരും. എ ഗവൺമെൻറ് എംപ്ലോയി ഷാൽ നോട്ട് അഡ്രസ് എനി പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ് ഡയറക്റ്റ്ലി. നമുക്ക് ചീഫ് സെക്രട്ടറി കത്ത് എഴുതാം ത്രൂ പ്രോപ്പർ ചാനൽ. പക്ഷേ യാതൊരു കാരണവശാലും പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സിന് കത്ത് കൊടുക്കരുത്. പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സിന് നമ്മൾ അറിയിക്കാവുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിലേക്ക് നമ്മളൊരു പരാതി കൊടുത്തു. ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് എ റീസണബിൾ ടൈം, സർക്കാർ കാര്യങ്ങൾക്ക് റീസണബിൾ ടൈം എന്ന് പറഞ്ഞാൽ 90 ദിവസം വരെയെങ്കിലും കാത്തിരിക്കണം എന്നാണ് നമ്മുടെ കീഴ്വഴക്കം. 90 ഡേയ്സ് കഴിഞ്ഞിട്ട് ഈ നോ റിപ്ലൈ ഹാസ് കം ടു അസ്, അങ്ങനെ വരുമ്പോൾ ഈ വിവരം ആ കൺസേൺഡ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അപ്പോഴും കത്തെഴുതുക അദ്ദേഹത്തിൻ്റെ PS-നാണ്, പ്രൈവറ്റ് സെക്രട്ടറിക്ക് എഴുതുക. ഇങ്ങനെ പരാതി കൊടുത്തു, ഇതുവരെ മറുപടി കിട്ടിയില്ല. അതുകൊണ്ട് കോപ്പി ഓഫ് ദ പെറ്റീഷൻ ഹാസ് ബീൻ എൻക്ലോസ്ഡ് ഹിയർ വിത്ത് ദ മാറ്റർ മേ പ്ലീസ് ബി ബ്രോട്ട് ടു ദ നോട്ടീസ് ഓഫ് ദി ഓണറബിൾ മിനിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് PS-നെ കത്തെഴുതാവും. ഇങ്ങനെ കൃത്യമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ പെരുമാറ്റച്ചട്ടങ്ങൾ. ഈ സർക്കാരിൻ്റെ താല്പര്യം ഇതാണ്, ജീവനക്കാരന് ഒരു കാരണവശാലും വഴിവിട്ട് പോകരുത് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. സാർ, നമ്മളിപ്പോൾ ഇതിൻ്റെ ഏത് ഭാഗത്തേക്ക് ഡിസ്കഷൻ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ സംശയമുള്ള ഭാഗമാണെങ്കിൽ ഇതൊരു സമുദ്രം പോലത്തെ വിഷയമാണ്. KSR-ഉം KSNSR-ഉം ഗവൺമെൻറ് സർവീസ് കോൺട്രാക്ട് റൂൾസും, പിന്നെ നിങ്ങൾക്ക് പണിഷ്മെൻറ്റ് റൂൾ വേറെയാണല്ലോ അല്ലേ, ഈ KPDIPA ആണ്. അത് KPDIPAയും KCS CCAയും ബലത്തിൽ ഒന്ന് തന്നെയാണ്. പക്ഷേ റൂൾസ് ഓഫ് KPDIPA ആർ സപ്പോസ് ടു ബി മോർ അഡമൻ്റ് ആൻഡ് സ്റ്റിഫാണ്. കുറേയും കൂടി കട്ടിയാണ്, കുറേയും കൂടി കാഠിന്യമുള്ളതാണ് എന്ന് മാത്രമേ ഉള്ളൂ. ബലത്തിൽ ഏതാണ്ട് രണ്ടും ഒന്ന് തന്നെയാണ്. KCS CCയും ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നമുക്കിപ്പോൾ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്? സംശയങ്ങൾ തീർത്ത് പോവുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ല, അതിന് നിയന്ത്രണങ്ങളില്ല. പക്ഷെ അങ്ങനെ ആകുമ്പോഴും ഇതിൻ്റെ പിന്നിൽ നമുക്കറിയാലോ, ഈ സമ്മാനം കൊടുക്കുമ്പോൾ നമുക്കൊരു ഇതിൽ നമ്മുടെ ഭവനും മോളി ഒരു രസകരമായ ഒരു ഇതുണ്ട്. ഞാനത് ഒരു ക്ലാസ്സിന് തന്നെ വേണ്ടി പറയണം. അതിൽ ഭവനും മോളിയും പഞ്ചായത്ത് പ്രസിഡൻറ്റും കൂടി ന്യൂസ് കിട്ടുകയാണ്, തഹസിൽദാരുടെ ഭാര്യ മരിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം? പഞ്ചായത്ത് പ്രസിഡൻ്റല്ല അദ്ദേഹം, ഒരു റീത്തൊക്കെ വാങ്ങിയിട്ട് ഇവർ എല്ലാവരും കൂടി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ പോയ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ ഈ ബോഡി കണ്ട് തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അവർ പറയാണ്, അറിഞ്ഞില്ലേ, തഹസിൽദാരുടെ ഭാര്യയല്ല മരിച്ചത്, തഹസിൽദാരാണ് മരിച്ചതെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് പോണേ, ഇങ്ങോട്ട് തിരിച്ചു പോരുക. പിന്നെ ആരെ കാണിക്കാനാണ് പിന്നെ നമ്മൾ പോകണമെന്നാണ്. മറ്റത് പഞ്ചായത്ത് തഹസിൽദാർ നോക്കുമല്ലോ, ആരൊക്കെയാണ് വരാത്തത്, ആരൊക്കെയാണ് വന്നവർ, അവരെ ഞാൻ കണ്ടോളാൻ ധരിക്കും. ഇനിയിപ്പോൾ കാണാൻ ആരുമില്ല, നമ്മൾ തിരിച്ചു പോവാന്ന്. അതേപോലെ ഒരു പ്രതിഫലം തരുന്ന ഒരാൾക്ക് അതിൻ്റെ പിന്നിൽ ദർ ഈസ് എ ഗിൽട്ടി ഇൻറ്റൻഷൻ ഉണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ പിന്നിൽ ഒരു ഗിൽട്ടി ഇൻറ്റൻഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഇൻറ്റൻഷൻ മിസ്യൂസ് ചെയ്യപ്പെടരുത്. അതിനു വേണ്ടിയാണ് ഈ സെൻട്രൽ ഗവൺമെൻറ് കോൺട്രാക്ട് റൂൾസിൽ അവർക്കൊരു വിവാഹ സമ്മാനം വരെ വാങ്ങാൻ പാടില്ല എന്നാണ്. കാരണം ഇത് കൊടുക്കുന്ന ആളുടെ പിന്നിൽ അയാൾക്കൊരു താല്പര്യം ഉണ്ടാവും, എപ്പോഴെങ്കിലും ഇതിൻ്റെ പ്രതിഫലമായിട്ട് അതിൻ്റെ ഇരട്ടി തിരികെ വാങ്ങാമെന്ന് കിട്ടുമോ എന്ന് വേറെ കാര്യം. പക്ഷേ അയാളുടെ ഉള്ളിൽ അങ്ങനെ ഒരു താല്പര്യമുണ്ടാവാം. അങ്ങനെ ഒരു താല്പര്യം ജനറേറ്റ് ചെയ്താൽ അത് പിന്നീട് ഇയാൾക്ക് ഗുണകരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് പറ്റുകയും അത് ഇയാളെ അവസാനം ഒരു അപകടത്തിൻ്റെ പടുകുഴിയിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതിന് സർക്കാരിന് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഈ നിബന്ധന വയ്ക്കുന്നത്. ഇത് ഇപ്പോൾ ചില റെസിഡൻഷ്യൽ അസോസിയേഷൻകാരൊക്കെ ഇപ്പോൾ ഇപ്പോൾ ചില സാമൂഹിക വിരുദ്ധരെ ശല്യം സഹിക്കാൻ വയ്യാതെ പരാതി കൊടുത്തിട്ട് ചിലപ്പോൾ പുതിയതായി വന്ന് ജോയിൻ ചെയ്ത ഒരു CIO അല്ലെങ്കിൽ ഒരു SIO വേണമെങ്കിൽ അവിടെ തന്ത്രപരമായി ഇടപെട്ട് ഇവരെല്ലാവരെയും ബ്രോട്ട് ടു ബുക്സ് ആവാം. അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുമ്പോൾ ഈ റെസിഡൻഷ്യൽ അസോസിയേഷൻകാർ അവരുടെ വാർഷിക യോഗങ്ങളിൽ വിളിച്ച് അദ്ദേഹത്തെ അനുമോദിക്കും. അതൊരു ക്വൈറ്റ് അവരുടെ അവകാശമാണ്. അവിടെ അവർ കൊടുക്കുന്നൊരു പബ്ലിക് പ്രസൻറ്റ് സ്വീകരിച്ചാൽ ദാറ്റ് ഷുഡ് ബി ബ്രോട്ട് ടു ദി നോട്ടീസ് ഓഫ് ദ ഗവൺമെൻറ് ത്രൂ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഗവൺമെൻറ് പറയും അത് അവിടെ ഒരു പൊതുവസ്തുവായിട്ട് ഉപയോഗിച്ചോളം പറയും, അത് അവിടെ തന്നെ ഉപയോഗിക്കാം. അവർ ഒരിക്കൽ വാങ്ങിയാൽ പിന്നെ വാങ്ങാനുള്ള ത്വര ജീവനക്കാരുണ്ടാവും. ബേസിക്കലി നമ്മളൊക്കെ മനുഷ്യന്മാർ തന്നെയാണ് ലോകം സംഭവിക്കുക. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള നിയന്ത്രണം എന്ന രീതിയിലാണ് ഗവൺമെൻറ് സർവീസ് കോൺട്രാക്ട് റൂളിലെ 6 സർക്കാർ ജീവനക്കാർ ഇത് വാങ്ങരുതെന്നും റൂൾ നമ്പർ 9 ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് സർക്കാരിലേക്ക് ഏൽപ്പിച്ച് അത് പൊതുവസ്തുവായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കണം എന്ന് നിയന്ത്രണം കൊണ്ടുവരാനും കാരണം. മിനിമം പെൻഷൻ ഇപ്പോൾ ഒരു അപകട മേഖലയിലേക്കാണല്ലോ പോകണതില്ലേ. നമ്മുടെ ഈ സോക്കോൾഡ് ന്യൂ പെൻഷനോ നോ പെൻഷനോ ഒക്കെ പറഞ്ഞു വരുന്ന പുതിയ 1/4/13 തൊട്ട് കേരളത്തിൽ നടപ്പാക്കിയ സ്കീമുകൾ. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നമുക്ക് 1/11/59 മുതലാണ് KSR 2 ഭാഗവും, KSR പാർട്ട് 1ഉം പാർട്ട് 2ഉം കൂടി ഉൾപ്പെടുന്ന വോളിയം 1ഉം KSR പാർട്ട് 3 ഉൾപ്പെടുന്ന വോളിയം 2ഉം പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ്ലി ഫോർ ഡിസ്കസിങ് പെൻഷനാണ് KSR പാർട്ട് 3, അതായത് 2ാമത്തെ ബുക്ക്. ഇതിൽ
പെൻഷൻ സർക്കാർ ജീവനക്കാരുടെ ഒരു കോൺക്രീറ്റ് റൈറ്റ് ആണെന്നും ഇതൊരു ഒരു എംപ്ലോയർ കൊടുക്കുന്ന മെഴ്സിയോ എക്സ്ഗ്രേഷ്യ പേയ്മെൻറ്റോ അല്ല എന്നും അതുകൊണ്ട് അയാൾക്ക് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ഇമ്മീഡിയറ്റ്ലി ഈ പോസിബിൾ ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ അയാൾക്ക് പെൻഷൻ കൊടുക്കണം എന്നാണ് വ്യവസ്ഥ. ഇത് ഇങ്ങനെയാണെങ്കിലും പെൻഷൻ സർക്കാർ ഒരു പക്ഷേ വേണ്ടെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ ശമ്പളത്തിന് സർക്കാർ ജീവനക്കാർക്ക് അവകാശമുണ്ട് എന്നാണ് 1984 സുപ്രീം കോടതി വിധി. കോടതി പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ശമ്പളം കൂട്ടിക്കൊടുക്കേണ്ടി വരും. കാരണം ശമ്പളത്തിൻ്റെ റിസർവ് ചെയ്തൊരു ഭാഗമാണ് പെൻഷൻ എന്നാണ്, വിത്ത് എ വ്യൂ ടു ഗീവ് ദം ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. അല്ലാണ്ട് പെൻഷൻ എന്നുള്ളത് ഒരു അഡീഷണൽ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ് അല്ല എന്നാണ് കോടതിയുടെ വെർഷൻ. അതിപ്പോൾ പോയി. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ സർക്കാർ ജീവനക്കാരന് റിട്ടയർ ചെയ്താൽ മാക്സിമം ഡിലേ 6 മാസമാണ്. അതും ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ. ഈ 6 മാസം കഴിഞ്ഞിട്ടാണ് പെൻഷൻ പേയ്മെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ ആ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് മുതൽ എന്ന് പേയ്മെൻറ്റ് വന്നോ അതുവരെയുള്ള കാലഘട്ടങ്ങൾക്ക് 18% പലിശ കൊടുക്കണം. ഇൻട്രസ്റ്റ് ഗവൺമെൻറ് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ദ എമൗണ്ട് വിൽ ബി പ്രൊപ്പോർഷനേറ്റ്ലി റിക്കവേർഡ് ഫ്രം ദ ഓഫീസേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഡിലേ ഇൻ റിലീസിങ് ദി പെൻഷൻ. അപ്പം അങ്ങനെ ഒരു തൊന്തരമുണ്ട്. കാരണം എന്തെങ്കിലും കാരണവശാൽ പെൻഷൻ വൈകിയാൽ ആ സാഹചര്യം മറികടക്കാൻ KSRൽ അതിനുള്ള പരിഹാര മാർഗങ്ങളുണ്ട്. ചിലപ്പോൾ പെൻഷൻ സാങ്ഷൻ ചെയ്യാൻ വൈകാം. എങ്ങനെ ഒരു ജീവനക്കാരൻ്റെ പേരിൽ അച്ചടക്ക നടപടി വരാം. ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ്സോ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊസീഡിങ്സോ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഫെയർ ടു ഗ്രാൻറ്റ് ഹിം പെൻഷൻ ബിഫോർ ദ ക്ലോഷർ ഓഫ് ദി പ്രൊസീഡിങ്സ്. കാരണം വാട്ട് പണിഷ്മെൻറ്റ് ദ എംപ്ലോയി വിൽ ഗെറ്റ് ഫൈനലി എന്നുള്ള കാര്യം നമുക്ക് അപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് ഒരു പെൻഷനുടെ കുടുംബത്തിൻ്റെ പെൻഷൻ കിട്ടാതാവരുത്. കാരണം സർക്കാർ ജീവനക്കാർ റിട്ടയർ ചെയ്താൽ സർവീസിലിരിക്കെ ഒരു നല്ല കാര്യവും ചെയ്യാത്ത ജീവനക്കാർ റിട്ടയർ ചെയ്താലും റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഹീസ് എ പെൻഷനറാണ്. പിന്നെ അത് വൈകാൻ പാടില്ല. അയാൾക്ക് എത്രയും വേഗം കൊടുക്കണം. അയാളുടെ പെൻഷൻ വൈകിയാൽ അത് ആ ഡിപ്പെൻഡൻറ്റ് ഫാമിലിയോട് കാണിക്കുന്നൊരു സോഷ്യൽ ഇൻജസ്റ്റിസ് ആണ്. അതുകൊണ്ടാണ് അത് എത്രയും വേഗം കൊടുക്കണമെന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ അച്ചടക്ക നടപടി ഉള്ളപ്പോൾ അച്ചടക്ക നടപടി കഴിഞ്ഞിട്ടേ ഒരാൾക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ ആകുമ്പോൾ വാട്ട് അബൌട്ട് ദ ഫാമിലി, ഹൗ ദേ ക്യാൻ മീറ്റ് ദ ലിവ്ലിഹുഡ്? അതിനാണ് അങ്ങനെ വരുമ്പോൾ അവർക്ക് പ്രൊവിഷണൽ പെൻഷൻ എന്ന പേരിൽ പെൻഷൻ കൊടുക്കാം. എന്തോ ആയിക്കോട്ടെ, നടപടികൾ അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ, അത് പൂർത്തിയാവാൻ കാത്തിരിക്കേണ്ട. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രൊവിഷണൽ പെൻഷൻ എന്താ? പ്രൊവിഷണൽ പെൻഷൻ ഇപ്പോൾ ഒരാൾക്ക് 20,000 രൂപയായിരുന്നു അയാൾക്ക് പെൻഷൻ കിട്ടണമെങ്കിൽ അതിൻ്റെ 75% കൊടുക്കാമെന്നായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, 100% കൊടുക്കാം. നമുക്കറിയാമല്ലോ, പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യാം. പെൻഷൻ്റെ ഒരു ഭാഗം നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഇൻ റിട്ടേൺ അതിന് വലിയൊരു എമൗണ്ട് തരും. ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ഫേസ് ചെയ്യുന്ന ഒരു ജീവനക്കാരന് കമ്മ്യൂട്ടേഷൻ കൊടുക്കരുത് എന്നാണ് കമ്മ്യൂട്ടേഷൻ റൂളുകളുടെ വ്യവസ്ഥ. ഗവൺമെൻറ് അതും ഡിലീറ്റ് ചെയ്തു. അപ്പോൾ കമ്മ്യൂട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന DCRE അഥവാ ഗ്രാറ്റുവിറ്റി എമൗണ്ട്, അതൊരു സർക്കാർ ജീവനക്കാരൻ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനുള്ള ബാധ്യതകൾ ക്വാണ്ടിഫൈ ചെയ്തിട്ടേ കൊടുക്കാവൂ എന്നാണ് വ്യവസ്ഥ. ഇത് ദീർഘകാലമായിട്ടും ഒരാളുടെ ലയബിലിറ്റീസ് ക്വാണ്ടിഫൈ ചെയ്തില്ലെങ്കിലോ, ക്വാണ്ടിഫൈ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാൻ നിയമം സമ്മതിക്കില്ല. ഇനി ക്വാണ്ടിഫൈ ചെയ്തില്ല എന്ന് കരുതുക, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ എലിജിബിൾ എമൗണ്ടിൻ്റെ 75% റിലീസ് ചെയ്യുക. 25% നിങ്ങൾ റിസർവ് ചെയ്തോളൂ. ഈ 25% ഒരു കൊല്ലത്തിനുള്ളിൽ ഇയാളുടെ ബാധ്യത തിട്ടപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ ഈ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ചെയ്യണം. വെദർ ഹീ ഈസ് ഹാവിങ് എനി അതർ ലയബിലിറ്റീസ് ടു ബി സെറ്റിൽഡ് എന്നുള്ള കാര്യം പിന്നെ ആലോചിക്കാം. അത് ആരാണോ യഥാസമയങ്ങളിൽ കൊടുക്കാത്തത് അല്ലെങ്കിൽ വൈകിപ്പിച്ചത് അയാൾ തിരിച്ചടങ്ങേണ്ടി വരും. ഇങ്ങനെയാണ് ഇതിലെ പ്രൊട്ടക്ഷൻ. ഇതേപോലെ ഏതെങ്കിലും കാരണവശാൽ ഒരു ജീവനക്കാരൻ്റെ സീനിയോറിറ്റിയെ പറ്റി തർക്കമുണ്ട്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിങ്ങിന് ഡിലേ വരും, അപ്പോഴും ഇയാൾക്ക് ഈ പെൻഷൻ കൊടുക്കാൻ വൈകാം. അവിടെയും പ്രൊവിഷനുണ്ട്. അവിടെ അയാൾക്ക് ആൻറ്റിസിപ്പേറ്ററി പെൻഷൻ എന്ന പേരിൽ പെൻഷൻ കൊടുക്കാം. ഇതേപോലെ അയാൾക്ക് എത്രയാണോ അന്ന് റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുക ആ തുകയ്ക്ക് തുല്യമായ തുക കൊടുക്കാം. അത് കമ്മ്യൂട്ട് ചെയ്യാനും വ്യവസ്ഥയുണ്ട്. അതായത് എന്ത് സാഹചര്യങ്ങൾ മൂലവും ഒരു ജീവനക്കാരൻ റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടേണ്ട പെൻഷൻ വൈകരുത്. ഈ പ്രൊവിഷണൽ പെൻഷൻ വേറൊരു ഗുണം കൂടിയുണ്ട്. ഒരു അച്ചടക്ക നടപടിയുടെ വിധേയനായിട്ട് ജീവനക്കാരന് ഈ നടപടികൾ പൂർത്തിയാക്കാത്തതിൻ്റെ പേരിൽ പെൻഷൻ വൈകിയാൽ കൊടുക്കുന്ന ഈ ആനുകൂല്യം, സപ്പോസ് 20,000 രൂപയ്ക്ക് പെൻഷൻ അനുവദിച്ചു, ഇയാൾക്കെതിരെയുള്ള അച്ചടക്ക നടപടി പൂർത്തിയായി, ഒരുപക്ഷെ അയാൾക്ക് കിട്ടിയ പണിഷ്മെൻറ്റ് റിഡക്ഷൻ ഇൻ പെൻഷനോ റിഡക്ഷൻ ഇൻ പേ രണ്ടായാലും അയാളുടെ പെൻഷനെ ബാധിക്കും. അയാളുടെ അൾട്ടിമേറ്റ് ഫൈനൽ പെൻഷൻ 18,000 ആയാൽ 2,000 രൂപയിൽ കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. ഈ എക്സസ് പെൻഷൻ നീഡ് നോട്ട് ബി റീഫണ്ട്, തിരിച്ചടയ്ക്കേണ്ട. എന്നാണോ അൾട്ടിമേറ്റ് പെൻഷൻ വരുന്നത് അന്ന് തൊട്ട് അയാൾക്ക് 18,000 അതിൻ്റെ DA കിട്ടുള്ളൂ എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേറെ റിലാക്സ്ഡ് ആൻഡ് ജനറസ് ആയിട്ടാണ് റൂളുകൾ. കാരണം റിട്ടയർ ചെയ്തൊരു ജീവനക്കാരന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത്. നിലവിൽ അതിനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ ഇത്തരം പോംവഴികളുണ്ട്. അത് ഒബ്സർവ് ചെയ്യണം എന്നാണ് വ്യവസ്ഥ.
അതുപോലെ ഇതിൻ്റെ തന്നെ സർക്കാർ ഗവൺമെൻറ് ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാർക്കും നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിലും ഈ പെൻഷൻ പേപ്പേഴ്സ് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത് നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് ബാധ്യതയും ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഡിലേ വന്നാലോ ഇവരും ബാധിച്ചരാകും. ബോത്ത് AG ആസ് വെൽ ആസ് കൺസേൺഡ് PSA അഥവാ പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റും ബാധകമാകും. അതുകൊണ്ട് ഗവൺമെൻറ് ഇവർക്കെതിരെ ഉണ്ടായിരുന്ന ഈ 2 റൂളുകൾ വിഡ്രോ ചെയ്തു. റൂൾ നമ്പർ 112 KSR പാർട്ട് 3യും റൂൾ നമ്പർ 114 KSR പാർട്ട് 3യും വേണ്ടെന്ന് വെച്ചു. അതിന് പകരം എന്ത് ചെയ്തു? ഇതിനെ തൊട്ടുള്ള റൂൾ നമ്പർ 113ഉം റൂൾ നമ്പർ 115ഉം KSR പാർട്ട് 3 നിലനിർത്തി. ഇത് പ്രകാരം എന്ത് ചെയ്യും? റൂൾ 113 പ്രകാരം ഇൻ ദ കേസ് ഓഫ് എ ഗസറ്റഡ് എംപ്ലോയി റിട്ടയർ ചെയ്യുന്നതിന് 1 കൊല്ലം മുമ്പ് AG നോട്ടീസ് തരും. അപ്പോൾ നിങ്ങളുടെ കേരളത്തിൽ കിട്ടിയിട്ടുണ്ടാവും. അവരൊരു പിൻ നമ്പർ അടക്കം പെൻഷൻ ഇൻഡെക്സ് നമ്പർ അടക്കം നിങ്ങൾക്ക് തരും. എന്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്ന ഡേറ്റ് യു ആർ ഗോയിങ് ടു റിട്ടയർ ആസ് പെർ റൂൾ 119 റിട്ടയർമെൻറ്റ് തൊട്ട് നിങ്ങൾക്ക് ശമ്പളം കിട്ടില്ല. സോ യു വിൽ ബി എലിജിബിൾ ഫോർ പെൻഷൻ ഫ്രോം ദ വെരി നെക്സ്റ്റ് ഡേ. അതിന് പെൻഷൻ പ്രോസസ്സ് ചെയ്യാൻ ആവശ്യമായ റെക്കോർഡുകൾ യു ഷുഡ് ഫോർവേഡ് ടു AG. AG ഇത് വെരിഫൈ ചെയ്തിട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കും. ഡിപ്പാർട്ട്മെൻറ്റ് സാങ്ഷൻ ചെയ്ത് വീണ്ടും AGക്ക് ഓതറൈസ് ചെയ്യാൻ തരും. വാട്ട് അബൌട്ട് ദ നോൺ ഗസറ്റഡ് എംപ്ലോയീസ്? നോൺ ഗസറ്റഡ് എംപ്ലോയീസിൻ്റെ കാര്യത്തിൽ ഹെഡ് ഓഫ് ദ ഓഫീസ് ഈ റൂൾ നമ്പർ 115 KSR പാർട്ട് 3 പ്രകാരം ഒരു നോട്ടീസ് കൊടുക്കണം. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന ഡേറ്റ് റിട്ടയർ ചെയ്യാൻ പോവുകയാണ്, 1 ഇയർ അഡ്വാൻസ് ആണ് ഈ നോട്ടീസ് കൊടുക്കേണ്ടത്. റൂൾ 119 പ്രകാരം നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് പിറ്റേ ദിവസം മുതൽ യു വിൽ നോട്ട് ബി ഗെറ്റിംഗ് എനി പേ ആൻഡ് അലവൻസസ്. കാരണം നിങ്ങൾക്ക് പിന്നീട് പെൻഷൻ ആനുകൂല്യങ്ങളാണ് കിട്ടുക. അതിനാവശ്യമായ പെൻഷൻ ബുക്കും അനുബന്ധ രേഖകളും പേഴ്സണൽ ഡീറ്റെയിൽസും ഫാമിലി ഇൻഫർമേഷനും ആൻഡ് ജോയിൻ്റ് ഫോട്ടോ ആൾസോ ഉടനെ നിങ്ങൾ എത്തിക്കണം എന്നൊരു നോട്ടീസ് കൊടുക്കണം. ഈ നോട്ടീസ് കൊടുത്തില്ല എങ്കിൽ യഥാസമയം ഒരു റിട്ടയർ ചെയ്യുന്ന ആൾക്കാർ മുഴുവൻ ഈ സർവീസ് റൂളുമായിട്ട് വളരെ വെൽവേഴ്സ്ഡ് ആയിക്കൊള്ളുന്നില്ല. അയാൾക്ക് ഞാനിത് അറിയാത്ത മൂലമാണെന്നും പെൻഷൻ പേപ്പേഴ്സ് യഥാസമയം കൊടുക്കാൻ വൈകിയതിൻ്റെ പേരിൽ ഒരു ജീവനക്കാരൻ്റെ പെൻഷൻ വൈകിയിട്ട് അതൊരു ഒരു 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 മോശം സിറ്റുവേഷനിലേക്ക് ഡെവലപ്പ് ചെയ്ത് ഒരു ജുഡീഷ്യറിയിലേക്കൊക്കെ വരികയാണെങ്കിൽ അയാൾ അവസാനം എന്താ പറയുക, ഞാൻ ഈ ഡീറ്റെയിൽസും റൂൾസും അറിയുന്ന ആളല്ല, ഒരുപക്ഷെ എനിക്ക് മുമ്പേ ഈ ഇൻഫർമേഷൻ തന്നിരുന്നുവെങ്കിൽ ഐ കുഡ് ഹാവ് ഗിവൺ ദ ഡോക്യുമെൻറ്റ്സ് ഇൻ ടൈം സോ ദാറ്റ് പെൻഷൻ പേപ്പേഴ്സ് വളരെ മുമ്പേ തന്നെ ഇത് പാസ്സായി വരുമായിരുന്നു എന്നൊരു ക്ലെയിം അയാൾക്ക് കൊണ്ടുവരാം. അപ്പോൾ ഹെഡ് ഓഫ് ദ ഓഫീസ് ഈ കാര്യത്തിൽ ഒരു ലാപ്സ് വരുത്തിയതായിട്ട് നിയമം കണക്കാക്കും. അത് ഒഴിവാക്കാനാണ് നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ ഹെഡ് ഓഫ് ദ ഓഫീസും ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ AGയും 1 ഇയർ പ്രയർ ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് തൊട്ട് ഇതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങും. വേണ്ടപ്പെട്ട നോട്ടീസുകൾ അയക്കണം. അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബാധ്യതയാണ്. ഒരു തവണ നോട്ടീസ് അയച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വീണ്ടും അയാൾ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. 2 or 3 നോട്ടീസ് അയച്ചിട്ടും റിമൈൻഡ് ചെയ്തിട്ടും അയാൾ ഒന്നും അനങ്ങുന്നില്ലാതെങ്കിൽ ഈ വിവരം പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റിയെ അറിയിക്കണം. നോൺ ഗസറ്റഡ് എംപ്ലോയീസിൻ്റെ കാര്യത്തിൽ സാധാരണ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ജില്ലാ മേധാവിയാണ് പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി ആവുക. ഗസറ്റഡ് എംപ്ലോയീസിൻ്റെ കാര്യത്തിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റുമാണ്. അത് അങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ഓർ എബോവ് ആർക്ക് വേണമെങ്കിൽ ആവാം. അതൊക്കെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിപ്പവും ജീവനക്കാരുടെ എണ്ണവും അതിൻ്റെ പ്രത്യേക രീതികൾ നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യുന്നതാണ്. എന്തായാലും 3 നോട്ടീസ് കൊടുത്തിട്ട് ഈ ജീവനക്കാരൻ ഈസ് നോട്ട് റെസ്പോണ്ടിങ് ഓർ ഈസ് നോട്ട് സബ്മിറ്റിംഗ് ദ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ഫോർ പ്രോസസ്സിംഗ് പെൻഷൻ പേപ്പേഴ്സ്, അങ്ങനെ വന്നാൽ ഈ വിവരം പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി അറിയിക്കണം. ഞങ്ങൾ 3 കത്ത് കൊടുത്തു, ഇതുവരെ അയാൾ റെസ്പോണ്ട് ചെയ്തില്ല, ഇതാണ് സിറ്റുവേഷൻ, നെസറി ഡയറക്ഷൻസ് മേ കൈൻഡ്ലി ബി ഗിവൺ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി അറിയിച്ചാൽ ഹെഡ് ഓഫ് ദ ആഫീസിൻ്റെ തലവേദന തൽക്കാലം ഒഴിഞ്ഞതായിട്ട് കണക്കാക്കാം. നമ്മുടെ റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ നമ്മൾ അറിയുന്ന പോലെ തന്നെ അറിയാം. നമുക്ക് മന്ത്ലി പെൻഷൻ കിട്ടും. ഇതിനെ 3 ഗ്രൂപ്പാക്കി തിരിക്കാമെന്ന് പറയാം. ഒന്ന് മന്ത്ലി പെൻഷൻ, അല്ലെങ്കിൽ സർവീസ് ഗ്രാറ്റുവിറ്റി, അതല്ലെങ്കിൽ എക്സ്ഗ്രേഷ്യ പെൻഷൻ ഓർ ഫാമിലി പെൻഷൻ. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു ജീവനക്കാരനോ ജീവനക്കാരൻ്റെ കുടുംബത്തിനോ കിട്ടും. അപ്പോൾ എന്താണ് പെൻഷൻ? പെൻഷൻ ഒരു മന്ത്ലി പേയ്മെൻ്റ് ആണ്. പെൻഷൻ ഈസ് എ മന്ത്ലി റിക്കറിംഗ് പേയ്മെൻറ്റ് സിൻസ് ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് ഓഫ് ദി പെൻഷനർ. ഈ പെൻഷനൊരു പ്രത്യേകത, പെൻഷൻ അഡ്വാൻസ് പേയ്മെൻറ്റാണ്. ജനുവരി മാസത്തെ പെൻഷൻ ഇപ്പോൾ ഈ 31/12/2018 റിട്ടയർ ചെയ്യുന്ന ഒരാൾക്ക്, ഇന്നലെ റിട്ടയർ ചെയ്ത ആൾക്ക്, അയാൾക്ക് വേണമെങ്കിൽ ഈ 1-ാം തീയതി തന്നെ അയാൾക്ക് പെൻഷൻ കിട്ടും. കാരണം പെൻഷൻ അഡ്വാൻസ് പേയ്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ പെൻഷൻ അഡ്വാൻസ് പേയ്മെൻ്റ് ആയതുകൊണ്ട് ഇപ്പോൾ സർക്കാർ ജീവനക്കാരൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ധാരണയുണ്ട്, ഹീസ് എ ഫ്രീ ബേർഡ് ആൻഡ് മേ ഇൻഡൾജ് ഇൻ എനി ബ്ലഡി നോൺസെൻസ് എന്നൊരു ധാരണ വിചാരിക്കുന്ന ആൾക്കാരുടെ പാടില്ല. കാരണം സർക്കാർ ജീവനക്കാരനെ പോലെ തന്നെയാണ് പെൻഷനർ. വാട്ട് ഓൾ റെസ്ട്രിക്ഷൻസ് ആർ അപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് എ ഗവൺമെൻറ് എംപ്ലോയി ആർ ഈക്വലി
admissible and applicable to pensioners also. KSR Part 3 റൂൾ നമ്പർ 2 പ്രകാരം ഫ്യൂച്ചർ കോണ്ടാക്ട് ആൻഡ് ക്യാരക്ടർ ഈസ് എ പ്രീ റിക്വസിറ്റ് ഫോർ റെസീറ്റ് ഓഫ് പെൻഷനാണ്. അപ്പോൾ ജനുവരി മാസത്തെ പെൻഷൻ കൈപ്പറ്റി കഴിഞ്ഞാൽ ജനുവരി മാസം അയാൾ വല്ല കോടതിയിൽ കള്ളസാക്ഷി പറയാനൊക്കെ പോയാൽ ഒരുപക്ഷെ അയാളുടെ പെൻഷൻ പൂർണ്ണമായോ ഭാഗികമായോ തടഞ്ഞു വയ്ക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. കാരണം സർക്കാർ ജീവനക്കാരനെ പോലെ തന്നെയാണ് എല്ലാ പെൻഷനേഴ്സും. ഇത് ജീവനക്കാരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ KSR പാർട്ട് 1 റൂൾ 14 പ്രകാരം ദ എൻറ്റയർ 24 hours ഓഫ് എ ഡേ ഈസ് അറ്റ് ദ ഡിസ്പോസൽ ഓഫ് ദ ഗവൺമെൻറ് ആണ്. ഈ യൂണിഫോം ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാർക്ക് മാത്രമേ 24 മണിക്കൂറത്തെ ഡ്യൂട്ടി ഉള്ളൂ എന്നൊരു തെറ്റായ ധാരണയാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാരെയും ഗവൺമെൻറ്റിന് അർദ്ധരാത്രിയും വിളിച്ചു വരുത്താം. ഈസ് ബൗണ്ട് ടു കം ദർ ബിക്കോസ് 24 മണിക്കൂർ നേരവും സർക്കാരിൻ്റെ കൺട്രോളാണ്. അതുകൊണ്ടാണല്ലോ ശമ്പളമില്ലാത്ത ലീവ് എടുത്ത് ഇരുന്നാലും വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ആ ഏരിയ വിട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ പറഞ്ഞ ജുറിസ്ഡിക്ഷൻ വിട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ ഗവൺമെൻറ് സർവൻസ് കോൺട്രാക്ട് റൂളിലെ റൂൾ നമ്പർ 93 അതൊരു വലിയ റൂളാണ്. അതിൽ സർക്കാർ ജീവനക്കാർ ആഫീസിൻ്റെ 15 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കണം എന്നാണ് വെപ്പ്. ഇൻ ദ കേസ് ഓഫ് യൂണിഫോം ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അത് 8 കിലോമീറ്ററാണ്. എസൻഷ്യൽ സർവീസിനും 8 കിലോമീറ്ററാണ്. അപ്പോൾ ഈ 15 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ താമസിക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ ശമ്പളമില്ലാത്ത അവധി എടുത്തിരുന്നാലും ഈ സപ്പോസ് ടു ബി റിസൈഡിങ് ഇൻ ദി റെസിഡൻസ് എന്നാണ് സർക്കാർ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വ്യവസ്ഥ. അവിടെ നിന്ന് വിട്ടു പോകണമെങ്കിൽ വിത്തൗട്ട് പെർമിഷൻ അയാൾക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഈ 24 മണിക്കൂർ സമയവും സർക്കാർ ജീവനക്കാരൻ്റെ 24 മണിക്കൂറും ഗവൺമെൻറ് കൺട്രോളിലായതുകൊണ്ട് തന്നെയാണ് ഏത് ജീവനക്കാരനെയും ഏത് സമയത്തും ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചു വരുത്താം. പക്ഷേ മറ്റ് സിവിലിയൻ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അതിനൊരു ആവശ്യം നോർമലി വരാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അതില്ലാത്തത്. അല്ലാണ്ട് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാർക്കൊക്കെ ഈസിയാണെന്നും 5 മണി കഴിഞ്ഞാൽ പ്രൈവറ്റ് എടുക്കാനോ അങ്ങനെയൊക്കെ പോകാമെന്ന് പറഞ്ഞ തെറ്റിദ്ധാരണയാണ്. ആ സമയവും 8 മണി തൊട്ട് 10 മണി വരെ ഒരുപക്ഷെ എഡ്യൂക്കേഷണലി ബാക്ക്വേർഡായ സ്വന്തം അയൽവാസികളായ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള റോയൽ കോസായിരിക്കും അയാൾ ചെയ്യുക. എന്നിരുന്നാലും അത് ഗവൺമെൻറ് സമയമാണ്. വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദ ഗവൺമെൻറ് അത് ചെയ്തു കഴിഞ്ഞാൽ അനുമതിയില്ലാതെ സർക്കാർ ജീവനക്കാരൻ അംഗീകരിക്കാത്ത ഏതോ കാര്യത്തിൽ ഇടപെട്ടതിൻ്റെ പേരിൽ നടപടികൾ വരാം. ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ബാധകമാണ്. അപ്പോൾ ഈ പെൻഷനർ ഇതേപോലെ റൂൾ 2 KSR പാർട്ട് 3 പ്രകാരം ഫ്യൂച്ചർ കോണ്ടാക്ട് ആൻഡ് ക്യാരക്ടർ ഒരു പ്രീ റിക്വസിറ്റ് ആയതുകൊണ്ടാണ് പെൻഷനേഴ്സിനും സർക്കാർ ജീവനക്കാരൻ്റെ അതേ നിയമങ്ങളും നിയമാവലികളും നിയന്ത്രണങ്ങളും പെൻഷനേഴ്സിനും ബാധകമാണ്. റിട്ടയർ ചെയ്താൽ സേഫായി എന്നൊരാൾക്കും ധാരണ വേണ്ട. അതുകൊണ്ട് തന്നെ ഈ റിട്ടയർ ചെയ്ത ഒരാൾക്ക് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു സ്വകാര്യ കമേഴ്സ്യൽ സ്ഥാപനത്തിൽ ജോലിക്ക് പോകണമെങ്കിൽ കൂൾ ഓഫ് പീരീഡ് കഴിയണം. ഇപ്പോൾ 2 കൊല്ലമാണ് കൂൾ ഓഫ് പീരീഡ്. 2 കൊല്ലത്തിനുള്ളിൽ സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഏതെങ്കിലും ഒരു ജീവനക്കാരൻ റിട്ടയർഡ് പെൻഷനർ അയാൾ ഏതെങ്കിലും കമേഴ്സ്യൽ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോയാൽ പെൻഷൻ തടഞ്ഞു വെക്കാൻ ഗവൺമെൻറ്റിന് പറ്റും. 2 കൊല്ലം കഴിഞ്ഞാൽ പെർമിഷൻ വേണ്ട. വിതിൻ ദ പീരിയഡ് ഓഫ് കൂൾ ഓഫ് പീരിയഡ്സ് ഈ 2 കൊല്ലത്തിനുള്ളിൽ ജോലിക്ക് പോവുകയാണെങ്കിൽ ഇത് വേണമെന്നാണ് വ്യവസ്ഥ. ഇതും സർക്കാർ ജീവനക്കാരൻ പാലിക്കേണ്ട ചട്ടങ്ങളുടെ പെൻഷനേഴ്സിനുള്ള ഒരു ഭാഗമായിട്ട് തന്നെയാണ് കണക്കാക്കുക. ഈ കൂൾ ഓഫ് പീരീഡ് വെക്കണതാണ്. നമുക്ക് ആലോചിച്ച് പറഞ്ഞോളൂ സാറേ. വലിയ ഇപ്പോൾ ഫൈനാൻസ് സെക്രട്ടറി അദ്ദേഹം റിട്ടയർ ചെയ്യാൻ കാത്തുകയും സ്വകാര്യ മേഖലയിൽ ആൾക്കാർ കൊണ്ടുപോകാൻ. കാരണം അടുത്തൊരു 5 കൊല്ലം സർക്കാരിൻ്റെ നടപടികളെ പറ്റി ഒരു ഏകദേശ രൂപ അദ്ദേഹത്തിന് മനസ്സിൽ നിന്ന് കിട്ടും. ഡെവലപ്മെൻറ്റ്സ് എന്തായാലും പെട്ടെന്ന് വരില്ലല്ലോ, ഏത് കാര്യം ഫിസിക്കൽ മാറ്റേഴ്സ്. അതുകൊണ്ടാണ് അതിന് അത്തരം സാഹചര്യം വരില്ല. അത്തരം പിവട്ടൽ സെൻസിറ്റീവ് പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാരെ വേറെ ഏതെങ്കിലും രീതിയിൽ സർക്കാർ തന്നെ റീഅപ്പോയിൻറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യും. പക്ഷേ അങ്ങനെ തയ്യാറല്ലാത്തൊരു ആൾക്ക് സ്വകാര്യ മേഖലയിലേക്ക് പോകണമെങ്കിൽ 2 കൊല്ലത്തിനുള്ളിലാണെങ്കിൽ ഗവൺമെൻറ് പെർമിഷൻ വേണം. ഗവൺമെൻറ് പെർമിഷൻ ഇല്ലാതെ പോയാലോ പെൻഷൻ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഭാഗികമായോ വേണം. അത് നമ്മുടെ ഈ സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങളുടെ ചട്ടം 29 പ്രകാരം ഒരു വീട് ഉള്ളപ്പോൾ, ഒരു വീടോ പ്ലോട്ടോ ഉള്ളപ്പോൾ വേറെ ഒരു വീട് വാങ്ങുന്നതിന് പെർമിഷൻ ഓഫ് ദി ഗവൺമെൻറ് ഈസ് നെസറി. വീടില്ലെങ്കിൽ വാങ്ങാം. അത് നമുക്ക് ആദ്യത്തെ വീട് വാങ്ങുന്നതിന് അനുമതി വേണ്ട. ഈ ആദ്യത്തെ വീട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സർക്കാർ ജീവനക്കാരൻ്റെ ഭാര്യയുടെ പേരിൽ വീടുണ്ടെങ്കിൽ ഭർത്താവ് വാങ്ങുന്ന ആദ്യത്തെ വീട് 2ാമത്തെ വീടാണ്. അല്ലെങ്കിൽ പിന്നെ അവർ ഡൈവോഴ്സ് ചെയ്ത് പിണങ്ങി കഴിയുന്നവരാവണം അല്ലേ. വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. സർക്കാർ എന്താ വെച്ചാൽ നമ്മുടെ കണക്ക് പ്രകാരം ഈ ഇപ്പോൾ എന്താ പറയുക മോട്ടോർ കൺവെയൻസ് അഡ്വാൻസ് അത് കൊടുക്കുമ്പോൾ ഗ്രേഡ് 1 ഉദ്യോഗസ്ഥനാണ് കാറ് വേണ്ടു എന്നാണ് സർക്കാരിൻ്റെ കണക്ക്. ഇപ്പോഴും അതാണ് മാറ്റിയിട്ടില്ല. ഈ കാറ് അതൊരു ബാക്കിയുള്ളവർക്ക് ലക്ഷറിയാണ്. ഒരു മോട്ടോർ കാർ ഈസ് നെസസറി ഓൺലി ഫോർ ഗ്രേഡ് 1 ഓഫീസേഴ്സാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 50,400 അതിൻ്റെ മുകളിൽ ബേസിക് പേ വാങ്ങുന്നവർക്ക്.
നമ്മുടെ അവിടെ പാർട്ട് ടൈം സൂപ്പർ വരുന്നുണ്ടാവുക ഇന്നോവ കാറിലാവും, അത് വേറെ കാര്യം. അത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ഗ്രേഡ് 2 ഓഫീസേഴ്സിന് ഒരു മോട്ടോർ സൈക്കിൾ ആവാം. ഗ്രേഡ് 3 ആൻഡ് ഗ്രേഡ് 4 27,800 രൂപയേക്കാൾ താഴെ ബേസിക് പേ വാങ്ങുന്നവർക്ക് ഒരു സൈക്കിളേ കിട്ടൂ. അപ്പോൾ അയാളൊരു മോട്ടോർ വെഹിക്കിൾ അഡ്വാൻസിന് കൊടുത്താൽ ഗവൺമെൻറ് സമ്മതിക്കില്ല. എന്തേത് മാറ്റാത്ത ഇതേൻ്റെ 78 ഉള്ള മാറ്റങ്ങൾക്ക് വന്നതാണ്. മാറ്റാത്തതിന് കാരണം ഈ നിയന്ത്രണം ഉണ്ടായിട്ട് തന്നെ ഇങ്ങനെയാണ്. അപ്പോൾ ഈ നിയന്ത്രണം എടുത്തു കളഞ്ഞെന്നോ സ്ഥിതി. തരും, പെർമിഷൻ തരും, അതിന് കുഴപ്പമില്ല. പക്ഷേ വേർ ഫ്രം യു ആർ അമാസിങ് ദ മണി ഫോർ ദാറ്റ്, അതാണ് നോക്കിയത്. സോഴ്സ് ഓഫ് ഇൻകം ആണ്. അതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് രീതി അനുസരിച്ച് മാറും. ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ ഗവൺമെൻറ് പെട്ടെന്ന് പെർമിഷൻ തരും, ചില ഡിപ്പാർട്ട്മെൻറ്റ് കാര്യത്തിൽ ഗവൺമെൻറ് അന്വേഷിക്കും, നടപടിയെടുക്കാം. അല്ല, അത് നമ്മുടെ ഈ സർക്കാർ ജീവനക്കാരുടെ പണിഷ്മെൻറ്റ് റൂളുകൾക്കൊരു വലിയ തൊന്തരവുള്ളൂ. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിലെ ഒരു ഒഫൻസ് ചെയ്താൽ എന്ത് പണിഷ്മെൻറ്റ് കൊടുക്കണം അതിലുണ്ട്. പക്ഷേ നമ്മുടെ സർവീസ് റൂളുകൾ അങ്ങനെയല്ല. കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽസിലെ ചട്ടം 34 ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഈ കേരളത്തിലുള്ള സകല അച്ചടക്ക നടപടി ഫയലുകളും സെക്രട്ടേറിയറ്റിലെ വിജിലൻസ് സെക്രട്ടറി സ്വമേധയാ വാങ്ങി പരിശോധിക്കണം. എന്തിന്? ടു സീ ഓർ ടു കൺഫേം ദാറ്റ് നിയമം പറയുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും അവലംബിച്ചിട്ടാണ് ഈ ജീവനക്കാരനെതിരെ നടപടിയെടുത്തതെന്നും ഇയാൾക്ക് കൊടുത്ത പണിഷ്മെൻറ്റ് അയാൾ അർഹിക്കുന്നതിനേക്കാൾ വലിയ പണിഷ്മെൻ്റ് അല്ല എന്നും, മോർ ദാൻ വാട്ട് ഹി ആക്ച്വലി ഡിസർവ്സ്, അത്ര വലിയ ക്രൈമിൻ്റെ പ്രൊപ്പോർഷനേറ്റിനേക്കാൾ ഉപരിയായിട്ടാണ് പണിഷ്മെൻറ്റ് കൊടുത്തതെന്ന് അയാൾ പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചിട്ട് സെക്രട്ടറിക്ക് തോന്നുകയാണ് ഇത് ശരിയല്ല എന്ന് തോന്നിയാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓർഡർ ക്വാഷ് ചെയ്യണം. ആവശ്യമുണ്ടെങ്കിൽ രണ്ടാമത് നടപടിയെടുക്കാൻ നിർദ്ദേശിക്കാം. എന്താ കാരണം? ഈ നിയമം ഉണ്ടാക്കിയവർക്ക് തന്നെ അറിയാം ദിസ് ക്യാൻ ബി മിസ്യൂസ്ഡ് ഓർ അബ്യൂസ്ഡ് ടു ടേക്ക് റിവെഞ്ച് ഓൺ എൻ ഇന്നസെൻറ്റ് എംപ്ലോയി എന്നുള്ള കാര്യം ബോധ്യമാണ്. ഒരു അച്ചടക്ക നടപടി എടുക്കുന്ന അധികാരിയും ഒരു എൻക്വയറി ഓഫീസറും ഒന്ന് കൈകോർത്താൽ, ടു ജോയിൻറ്റ് ഹാൻഡ്സ് വിത്ത് വന്നാൽ ഒരു സാധാരണ കാര്യത്തിൽ വരെ ഒരു ജീവനക്കാരനെ പിരിച്ചുവിടാം. അയാൾക്ക് കോടതി പോകും, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ലീവ് ഈസ് നോബഡീസ് റൈറ്റ്. അതാണ് KSR പാർട്ട് 1 റൂൾ 65 വ്യവസ്ഥ. റൈറ്റ് അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലീവ് ക്യാൻ ബി എൻജോയ്ഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് ഡ്യൂലി സാങ്ഷൻഡ് ബൈ എ ലീവ് സാങ്ഷനിങ് അതോറിറ്റി. അങ്ങനെയാണെങ്കിൽ ലീവ് റിജക്ട് ചെയ്യാൻ പറ്റില്ല. ലീവ് ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യണമെങ്കിലും ദർ ഷാൽ ബി എ ടാഞ്ചിബിൾ റീസൺ. അല്ലാണ്ട് ഒരു ലീവ് സാങ്ഷനിങ് അതോറിറ്റിക്ക് എനിക്ക് ലീവ് തരാൻ പറ്റില്ല, അതിൻ്റെ കാരണം പറയാൻ സൗകര്യമില്ല എന്നൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റില്ല. കാരണം ലീവ് റിജക്റ്റ് ചെയ്യണമെങ്കിലും മതിയായ കാരണം വേണം. നമുക്കറിയാമല്ലോ, ഈ സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങളിലെ ചട്ടം 37 പ്രകാരമാണ് ഈ ആനുവൽ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത്. അത് ജനുവരി 15 തീയതിക്കുള്ളിൽ കൊടുക്കണമെന്നും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരുടെയും കളക്ട് ചെയ്തൊന്നും അതെല്ലാം അതാത് ഓഫീസുകളിൽ സൂക്ഷിച്ചു എന്നൊരു സർട്ടിഫിക്കറ്റും അദ്ദേഹത്തിൻ്റെ ലാൻഡ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് അടക്കം സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കണമെന്നാണ് വ്യവസ്ഥ. അങ്ങനെ ചെയ്യും. പക്ഷേ അതൊരു കോൺഫിഡൻഷ്യൽ റെക്കോർഡാണ്. നോബഡി ഈസ് ഗോയിങ് ടു ഓപ്പൺ ഇറ്റ്. പക്ഷേ അയാൾക്കെതിരെ ഒരു പരാതി വന്നാലോ? പരാതി വരുമ്പോൾ ഇത് നിർത്തി നോക്കും. അപ്പോൾ ഒരുപക്ഷെ ഈ റിപ്പോർട്ടിൽ പറയാത്തൊരു കാര്യമാണെങ്കിലോ 2 കാര്യത്തിന് സമാനം പറയേണ്ടി വരും. ഒന്നിങ്ങനെ ചെയ്തതിന്, പിന്നെ സപ്രഷൻ ഓഫ് എ മെറ്റീരിയൽ ഇൻഫർമേഷൻ വിത്ത് മാലിഫൈഡ് ഇൻറ്റൻഷൻ, അതിന് വേറെ സമാനം പറയേണ്ടി വരും. ഇത് ഒരു പരാതി വരുന്നത് വരെ പ്രശ്നമുള്ളൂ. പരാതി വരുന്നില്ല എന്ന് കരുതുക, ഇതാരും അന്വേഷിക്കാൻ പോകുന്നില്ല. ഈ പെരുമാറ്റച്ചട്ടങ്ങളിലെ ചട്ടം 43 പ്രകാരം എന്താ പറയുക, സ്പെക്കുലേറ്റീവ് ബിസിനസ് ഈസ് നോട്ട് അറ്റ് ഓൾ പെർമിസിബിൾ ടു ഗവൺമെൻറ് എംപ്ലോയി. സർക്കാർ ജീവനക്കാർക്ക് ഊഹക്കച്ചവടം പാടില്ല. ഈ റൂളിൽ തന്നെ ഉദാഹരണം പറയണ്ടേ, എന്താണ് ഈ ഊഹക്കച്ചവടം? ഷെയർ സർക്കാർ ജീവനക്കാർക്ക് നിക്ഷേപിക്കാം. പക്ഷേ ഒരു വീക്ക് ഷെയറിൽ ഇന്ന് വില കുറയുന്നു, നാളെ വില കൂടുന്നു, മറ്റന്നാൾ വില കുറയുന്നു, വീണ്ടും വില കൂടുന്നു, ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് പ്രൈസ് ലെവലുള്ള ഒരു ഷെയറിൽ നിക്ഷേപിക്കുന്ന ജീവനക്കാരൻ്റെ താല്പര്യം എന്താ? ഇത് വില കൂടുമ്പോൾ എല്ലാം കൂടി ഒറ്റയടിക്ക് വിറ്റ് ലാഭമുണ്ടാക്കാം എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്പെക്കുലേഷനാണ്. അതുകൊണ്ട് ബ്രാൻഡഡ് ഷെയറുകളിലെ സർക്കാർ ജീവനക്കാർ പണം നിക്ഷേപിക്കാവൂ. എന്തെങ്കിലും കാരണവശാൽ പണം നഷ്ടപ്പെട്ടാൽ 2 എണ്ണം വരിക. ഒന്ന് പണനഷ്ടവും, അവസാനം വയലേഷനോ റൂൾ 43 സമാനം പറയേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നടക്കും, ആരും അന്വേഷിക്കില്ല. സർക്കാർ ജീവനക്കാരിയായിരിക്കാം ഒരു പക്ഷേ. ഇപ്പോൾ സുഖമല്ലേ, ഒരു എന്താണ് ഡിമാറ്റ എന്തൊക്കെ ഉണ്ടെന്ന് പറയാൻ, അങ്ങനെ ഒരു മൊബൈൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് മാനേജ് ചെയ്യാം. ഇത് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എപ്പോഴെങ്കിലും ജീവനക്കാരനെതിരെ ഒരു പരാതി വരുമ്പോൾ ഇതൊക്കെ നമുക്കെതിരെ സംസാരിക്കുന്ന തെളിവുകളായി മാറും, അവസാനം പെട്ടുപോയേക്കാം. അപ്പോൾ ഇത് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഈ മുൻകരുതൽ എടുക്കുന്നത്. അതിൽ ലാൻഡ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റിൽ സ്വന്തം, ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് ബിനാമി ഈ എല്ലാവരുടെ പേരിലും വാങ്ങിയത് കാണിക്കണം എന്നാണ്. വാങ്ങിയത് വിറ്റതും
ഇപ്പോൾ ഇതിൻ്റെ ഒരു പുതിയ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നല്ലോ അല്ലേ, നമ്മുടെ ബഹുമാനപ്പെട്ട ജേക്കബ് തോമസ് സാറ് വിജിലൻസ് സെക്രട്ടറിയായി കയറിയപ്പോൾ അദ്ദേഹം കൊടുത്ത നിർദ്ദേശത്തെ തുടർന്നാണ് ഗവൺമെൻറ് വേറെ ഉത്തരവുന്നത്. ഈ ലാൻഡർ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം, സർക്കാർ ജീവനക്കാരൻ സർവീസിൽ കയറിയതിന് ശേഷം ഉണ്ടാക്കിയ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ സർവീസിൽ കയറുമ്പോൾ വാട്ട് ഹി വാസ് ആക്ച്വലി ഇൻഹെറിറ്റിംഗ് അത് നോക്കിയാലല്ലേ ഇതിൻ്റെ ഡിഫറൻസ് അറിയുള്ളൂ എന്നുകൊണ്ട് അദ്ദേഹം കൊടുത്ത ഒരു നിർദ്ദേശത്തെ തുടർന്നാണ് സർക്കാർ ഉത്തരവായി വന്നത്. സർവീസിൽ കയറുമ്പോൾ ലാൻഡർ പ്രോപ്പർട്ടിയുടെ 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം, ഒന്ന് മൂവബിളിൻ്റെയും ഒന്ന് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിൻ്റെയും. അതിൻ്റെ കോപ്പി ഒരു പ്രിസ്ക്രൈബ്ഡ് പ്രൊഫോമ ഉണ്ട്, അത് സർവീസ് ബുക്കിൽ ഒട്ടിച്ച് വെക്കുകയും വേണം. കാരണം എന്നിട്ട് വേണം കമ്പയർ ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്, അത് ഗവൺമെൻറ് തോന്നി നല്ല കാര്യമാണെന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഉത്തരവായി തരികയും ചെയ്തു. അല്ല, അത് നമുക്ക് ടാക്സ് തിരിച്ചിടാൻ പ്രൊപ്പോഷൻ ഉണ്ടാവാം. അതിപ്പോൾ പല കേസ് ഇപ്പോൾ നമ്മൾ എക്സസ് പേ വാങ്ങി വരാമല്ലോ, അല്ലെ എക്സസ് പേ വാങ്ങിയിട്ട് തിരിച്ചടക്കേണ്ടി വന്നാൽ, ഒരു 1 ലക്ഷം 2 ലക്ഷം രൂപ തിരിച്ചടക്കേണ്ടി വന്നാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് റീഫണ്ട് ക്ലെയിം ചെയ്യാം. അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് റീഫണ്ട് ക്ലെയിം ചെയ്യും. ഇത് ഇവിടെ വെച്ചാൽ ഈ സർക്കാർ ജീവനക്കാരനെ വഴിവിട്ട് പോകാതിരിക്കാനോ അദ്ദേഹത്തിൻ്റെ ജീവിത രീതികൾക്ക് ഭംഗം വരാതെ നല്ല രീതിയിൽ ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ട് കൊണ്ടിരുന്ന നിയന്ത്രണങ്ങളാണ്. അപ്പോൾ അതിനൊരു മെരിറ്റ് ഉണ്ട്, അതിനുമില്ല അതിനൊരു ഫ്രൂട്ട്ഫുൾ വ്യൂ ഉണ്ട് അതിന്. അത് സ്വീകരിക്കുക എന്ന് വിചാരിച്ചിട്ട് ഇതൊരു അഡമൻ്റ് റൂളൊന്നല്ല. പക്ഷേ നമുക്കെതിരെ ഒരു പരാതി വരുമ്പോൾ വി വിൽ ബി ആൻസറബിൾ ഫോർ ഓൾ ദീസ് തിങ്സ്. അപ്പോഴാണ് നമ്മൾ ബുദ്ധിമുട്ടാവുക. വേണ്ട, റൂൾ 117 KSR പാർട്ട് 1 അതുപ്രകാരം ഏത് ഗവൺമെൻറ് ഏത് സർട്ടിഫിക്കറ്റും ആവാം. അതെ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ എ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. അത് അലോപ്പതി ആവാം, ആയുർവേദമാകാം, ഓർ ഹോമിയോപ്പതിയോ നാട്ടു ചികിത്സ വരെ ആകാം. ഈ വിഷചികിത്സയ്ക്കൊക്കെ ഇപ്പോഴും വിഷഹാരികളുടെ സർട്ടിഫിക്കറ്റ് സ്വീകാര്യമാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലെറ്റർ പാഡിലും റൗണ്ട് സീലും ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ആവുന്നൊന്നുമില്ല. അത് അത്തരം ചികിത്സ ചെയ്യാൻ അധികാരപ്പെട്ട ഒരു വിഭാഗം ആൾക്കാർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. പക്ഷെ നമുക്ക് സർക്കാർ ജീവനക്കാർക്ക് നിയന്ത്രണമുണ്ട്. ഇഫ് ദ സർവീസ് ഓഫ് എ ഗവൺമെൻറ് ഡോക്ടർ ഈസ് ഈസിലി അവൈലബിൾ ടു യു, അപ്പോൾ നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം. നിങ്ങളുടെ ഇവിടെ ഇതിൻ്റെ അകത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഗവൺമെൻറ് ഡോക്ടർ കയ്യകലത്തിലിരിക്കെ ഒരു സ്വകാര്യ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ അതിൻ്റെ അകത്ത് വി വിൽ ഹാവ് ടു സ്മെൽ എ റാറ്റില്ല, അതിൻ്റെ അകത്ത് എന്തോ ഏടാകൂടം ഉണ്ട് എന്ന് തോന്നും. അതുകൊണ്ടാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു ഗവൺമെൻറ് ഡോക്ടറെ അന്വേഷിച്ച് പോകുന്നു വേണ്ട. ഇഫ് ദ സർവീസ് ഓഫ് ദ ഗവൺമെൻറ് ഡോക്ടർ ഈസ് നോട്ട് അറ്റ് ഓൾ ഈസിലി അവൈലബിൾ ഐദർ അറ്റ് ഓഫീസ് ഓർ വിതിൻ ദ നൈബർഹുഡ് ഓഫ് യുവർ ഹോം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡോക്ടറുടെയും സർട്ടിഫിക്കറ്റ് സ്വീകരിക്കാം. അതേസമയം നിങ്ങളുടെ ഓഫീസിന് തൊട്ട് മുമ്പിൽ ഒരു ഗവൺമെൻറ് ഡോക്ടർ ഉണ്ടെങ്കിൽ അപ്പോൾ പിന്നെ അയാളുടെ സർട്ടിഫിക്കറ്റ് നിർദ്ദേശിക്കാം. ഗവൺമെൻറ് ഡോക്ടർ സർക്കാർ ജീവനക്കാർ സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഉപയോഗിക്കണം എന്നാണ് ഗവൺമെൻറ് വ്യൂവും ഗവൺമെൻറ് ഗൈഡ് ലൈൻസും. അല്ലാതെ നമുക്ക് റൂൾ 117 KSR പാർട്ട് 1 പ്രകാരം ഏത് മെഡിക്കൽ സർട്ടിഫിക്കറ്റും സ്വീകരിക്കാം. ഇതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഇത് പറയാൻ പാടാത്ത, ഇത് പൊതുവേ വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമാവണമെങ്കിൽ തിരുവനന്തപുരത്തുള്ള സംസ്ഥാന ഓഫീസുകളൊക്കെ വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലേക്ക് ജില്ലകളിലേക്ക് മാറ്റണം. അങ്ങനെയാണ്. കാരണം അവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ തിരുവനന്തപുരത്ത് ജനിച്ച് തിരുവനന്തപുരത്ത് തന്നെ ഭരിക്കുകയാണ്. ഞാൻ തിരുവനന്തപുരത്തുകാരെ കുറ്റം പറഞ്ഞല്ല, ഞാൻ എൻ്റെ ഡയറക്ടറേറ്റിൽ ആയിട്ടുന്ന ആളാണ്. പല അല്ല ശരിയാണ് ഇപ്പോൾ, അത് ശരിയാണ്. അല്ല ഞാൻ പറഞ്ഞ അവർക്ക് ബുദ്ധിമുട്ടറിയില്ല, കയ്യെത്താവുന്ന ദൂരത്താണ് എല്ലാ അധികാര കേന്ദ്രങ്ങളും. അപ്പോൾ അതുകൊണ്ട് ഒന്നിനും പുറത്തേക്ക് പോകണ്ട. ഒരു ട്രാൻസ്ഫർ കിട്ടി വേറെ ജില്ലയ്ക്ക് പോയാൽ അവർക്ക് 3 കൊല്ലം കാത്തിക്കണ്ട. ദേ ക്യാൻ അറേഞ്ച് ഡെപ്യൂട്ടേഷൻ, തിരിച്ച് തിരുവനന്തപുരത്തേക്ക് തന്നെ പോകാം. ഡെപ്യൂട്ടേഷൻ ഗവൺമെൻറ് ഉത്തരവാകുക. അപ്പോൾ ഏത് സർക്കാരാണല്ലോ ഉത്തരവാകുന്നത്, എന്ത് നിയമപ്രശ്നം ഉണ്ടെങ്കിലും അത് പരിഹരിക്കപ്പെടും. അതാണ് ഡെപ്യൂട്ടേഷൻ്റെ ഏറ്റവും വലിയ ഗുണം. അങ്ങനെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് സാധാരണ ജീവനക്കാരുടെ തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ അവർക്ക് അറിയില്ല. നമ്മുടെ KS&SSRൽ റൂൾ 28 പ്രകാരം എപ്പോൾ DPC കൂടണം എന്ന് വരുന്നുണ്ട്. ജൂൺ ജൂലൈ മാസങ്ങളിൽ കോൺഫിഡൻഷ്യൽ റെക്കോർഡുകൾ സ്വീകരിക്കണം. എന്നിട്ട് എന്തിനാണ് ഈ നേരത്തെ കോൺഫിഡൻഷ്യൽ റെക്കോർഡ് ചോദിക്കുന്നത്? കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടുകളിൽ ഏതെങ്കിലും ജീവനക്കാരനെ പറ്റി മോശമായ കമൻ്റ് ഉണ്ടെങ്കിൽ ആ കമൻറ്റ് റിവ്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് ഇത് റിപ്പോർട്ട് ചെയ്ത ഉദ്യോഗസ്ഥനെ കോൺടാക്ട് ചെയ്യണം. കാരണം അന്ന് എഴുതിയപ്പോൾ ഒരു ആവേശത്തിൻ്റെ പേരിലോ കൃത്യമായ അസസ്മെൻ്റ് ഇല്ലാത്തതിൻ്റെ പേരിലോ ആയിരിക്കാം. അതിൻ്റെ പേരിൽ ഒരു ജീവനക്കാരൻ്റെ പ്രൊമോഷൻ സ്കോപ്പ് അല്ലെങ്കിൽ അയാളുടെ ആസ്പിറേഷൻസ് തടസ്സപ്പെടാൻ പാടില്ല. അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ DPC കൂടണം. DPC ആകെ 3 പേരേ ഉള്ളൂ. PSC മെമ്പറാണ് അതിന് ചെയർമാൻ. ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ ഈ മീറ്റിംഗ് DPC കൂടുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് അതിൻ്റെ കൺവീനർ. ഒരു ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരു ഡെപ്യൂട്ടി സെക്രട്ടറിയോ ചിലപ്പോൾ അതിന് ഉയർന്ന റാങ്കുള്ളവരോ ഹാജരാവാം. ഇവർ 3 കൂടിയാണ് തീരുമാനിക്കുക. അപ്പോൾ DPC ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എത്ര ആൾക്കാരുടെ ലിസ്റ്റാണ് വരിക? ഇത് കലണ്ടർ ഇയറിനാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1/1/19 തൊട്ട് ഇന്നുള്ള നിയമനങ്ങൾക്ക് വരെ ഈ കഴിഞ്ഞ ഡിസംബറിന് മുമ്പുണ്ടായ DPCന്ന് എടുക്കാവൂ. അപ്പോൾ എത്ര ആൾക്കാർ ലിസ്റ്റ് ഉണ്ടാക്കണം?
ഇപ്പം 2019 40 വേക്കൻസിയാണ് ആൻറ്റിസിപ്പേറ്റഡ് എങ്കിൽ 80 ആൾക്കാരെ ലിസ്റ്റ് ഉണ്ടാക്കണം, ഇരട്ടി. അതോടൊപ്പം കഴിഞ്ഞ DPCയിൽ ആരെങ്കിലും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോർ ദെയർ ഓൺ റീസൺസ് അവരെ ഇപ്പോൾ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് അന്വേഷിച്ച് വളരെ വിശാലമായ ഒരു റിപ്പോർട്ട് നവംബർ 30 സർക്കാർ ഉത്തരവായി വന്ന് ഗസറ്റ് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് ദ ലിസ്റ്റ് ഷുഡ് ബി റെഡി ഫോർ അപ്പോയിൻമെൻ്റ് ആണ്. ഈ നവംബർ 30 പറ്റില്ലെങ്കിലോ ഒരു കാരണവശാലും അത് ഡിസംബർ 31 അപ്പുറത്തേക്ക് പോകരുത്. ജനുവരി 1 ഈ ഗസറ്റഡ് പോസ്റ്റിലേക്കുള്ള നിയമനത്തിന് വേണ്ട പ്രൊമോട്ടീസിൻ്റെ ഓർ ആസ്പിറൻസിൻ്റെ പേരുകൾ പബ്ലിഷ് ചെയ്ത് ഉത്തരവായി തയ്യാറാവണം എന്നാണ് വ്യവസ്ഥ. ഇതൊന്നും ഒരു സ്ഥലത്തും നടക്കില്ല. അതേപോലെ റിട്ടയർ ചെയ്യാൻ 6 മാസം മാത്രമേ ഉള്ളൂ എങ്കിൽ അയാൾക്ക് DPC വേണ്ട, അയാൾക്ക് പ്രൊമോഷൻ കൊടുക്കാം സബ്ജക്റ്റ് ടു അപ്രൂവൽ ഓഫ് ദി DPC സബ്സിക്വൻ്റ്ലി. അത് മതി, അത് ചെയ്യില്ല. ഇനി ഒരാളെ വിട്ടുപോയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്ഹോക്ക് DPC ചേർത്ത് അയാളുടെ സീനിയോറിറ്റിയെ സംരക്ഷിക്കണം. കാരണം റൂൾ 28A ബ്രാക്കറ്റ് സ്മോൾ 1 പ്രകാരം നമുക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. റൂൾ 28 സ്മോൾ a ബ്രാക്കറ്റിൽ 1 സ്മോൾ 1 KS ആൻഡ് SSR പ്രകാരം റൂൾ 28 സ്മോൾ a ബ്രാക്കറ്റ് സ്മോൾ 1 KS ആൻഡ് SSR 1958 ഇത് പ്രകാരം ദ ഇൻട്രസ്റ്റ് ഓഫ് എ സീനിയർ എംപ്ലോയി ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. എന്താണ് അതിൻ്റെ മീനിങ്? ഒരു സീനിയറായ ഉദ്യോഗസ്ഥൻ്റെ പ്രൊബേഷൻ പൂർത്തിയായിട്ടില്ല, ജൂനിയറായ ഉദ്യോഗസ്ഥൻ്റെ പ്രൊബേഷൻ പൂർത്തിയായി. സോ സീനിയർ ഈസ് നോട്ട് ക്വാളിഫൈഡ്, ജൂനിയർ ഈസ് ക്വാളിഫൈഡ്. അങ്ങനെ വരുമ്പോൾ സീനിയറിനെ മറികടക്കാൻ ജൂനിയറിനെ അനുവദിക്കുന്നേക്കാൾ മുമ്പ് ഒരു കാര്യം നോക്കണം. വൈ ആൻഡ് ഹൗ ദ പ്രൊബേഷൻ ഓഫ് ദ സീനിയർ കുഡ് നോട്ട് ബി കംപ്ലീറ്റഡ്. അത് നോക്കണം. അതിൻ്റെ കാരണം അന്വേഷിച്ചിട്ടേ തീരുമാനമെടുക്കാവൂ. ഈഫ് ദ ഡിലേ ഇൻ കംപ്ലീഷൻ ഓഫ് ദി പ്രൊബേഷൻ ഓഫ് ദ സീനിയർ ഉദ്യോഗസ്ഥൻ്റെ പ്രൊബേഷൻ പൂർത്തിയായത് അദ്ദേഹത്തിൻ്റെ അപാകതകൾ കൊണ്ടല്ല എങ്കിൽ ഡ്യൂ ടു റീസൺസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദ എംപ്ലോയി ആണെങ്കിൽ പ്രൊബേഷൻ പൂർത്തിയാക്കാത്ത സീനിയറിന് പ്രൊമോഷൻ കൊടുക്കണം. ഏത് വ്യവസ്ഥയിൽ? സബ്ജക്റ്റ് ടു ദ കണ്ടീഷൻ ദാറ്റ് ദ ബാലൻസ് പീരിയഡ് ഓഫ് പ്രൊബേഷൻ ഷാൽ ബി കംപ്ലീറ്റഡ് ഇൻ ദി ഹയർ പോസ്റ്റ്. അപ്പോൾ അയാൾക്ക് 2 പോസ്റ്റ് ഒന്നിച്ച് ചെയ്യാം. ഇത് ഈ 105ഓളം ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളതിൽ ഈ ഇൻക്രിമെൻ്റ് ബാറിയം മൂലം പ്രൊമോഷൻ നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമേ ഉള്ളൂ, വേറൊരു സ്ഥലത്തും ഇല്ല. റൂൾ 28 ഒരു വരിയുണ്ട്. അതായത് ഒരു പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ഒരു ഈ അച്ചടക്ക നടപടിക്ക് വിധേയനായിട്ട് ഇൻക്രിമെൻ്റ് ബാറിങ് പോലുള്ള പണിഷ്മെൻ്റ് കിട്ടിയ ആളാണോ എന്ന് പരിശോധിച്ചിട്ടേ കൊടുക്കാവൂ എന്നൊരു പദമുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഐ എം വെരി സോറി ടു സേ ദാറ്റ്. കാരണം ഇത് ശരിയല്ലെന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു നമ്മുടെ തൊട്ട് മുമ്പത്തെ DGP ആണെന്ന് തോന്നുന്നു, അദ്ദേഹം ഇത് ഗവൺമെൻറ്റിലേക്ക് എഴുതിയിട്ട് P&ARDയുടെ ഒരു സർക്കുലർ ഉണ്ട്. ആ സർക്കുലർ പ്രകാരം ഇൻക്രിമെൻ്റ് ബാറിയം കിട്ടിയ ഒരാളുടെ പ്രൊമോഷൻ നഷ്ടപ്പെടുത്തിയാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ പണിഷ്മെൻറ്റ് ഫോർ സിംഗിൾ ഒഫൻസാണ് അല്ലേ? ഒരേ കുറ്റത്തിന് 2 പണിഷ്മെൻ്റായി. അത് പാടില്ലെന്നും അത് പരിശോധിക്കണം എന്ന് ഉള്ള എൻ്റെ കോപ്പി ഉണ്ട്. ആ സർക്കുലർ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ഇൻക്രിമെൻ്റ് ബാറിയം കിട്ടിയ ഒരാൾക്ക് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ അയാൾക്ക് ഇൻക്രിമെൻ്റ് ബാറിയം പോലുള്ള മേജർ പെനാൽറ്റി കിട്ടിയ ആളാണെന്ന് പരിശോധിക്കണം എന്നുള്ളത് ഒരു സജഷൻ മാത്രമാണ്. ഇൻക്രിമെൻ്റ് ബാറിങ് ഒരിക്കലും പ്രൊമോഷന് തടസ്സമല്ല. പ്രൊമോഷൻ വൈകണമെങ്കിൽ ഒന്നില്ലെങ്കിൽ റിഡക്ഷൻ ഇൻ സീനിയോറിറ്റി എന്നുള്ള പണിഷ്മെൻറ്റ് വരണം, അല്ലെങ്കിൽ സ്റ്റോപ്പേജ് ഓഫ് പ്രൊമോഷൻ എന്നുള്ള പണിഷ്മെൻറ്റ് വരണം. ബാറിങ് കഴിഞ്ഞാൽ കൺക്ലൂഡനായി ഒരു ഡിസിപ്ലിനറി ആക്ഷൻ പൂർത്തിയായിട്ടാണ് പണിഷ്മെൻറ്റ് അവാർഡ് ചെയ്യുക. വൺസ് ദ പണിഷ്മെൻറ്റ് ഈസ് അവാർഡഡ് പിന്നെ അയാൾക്ക് പ്രൊമോഷൻ തടസ്സമല്ല. കാരണം ഇൻക്രിമെൻ്റ് ബാറിങ്ങിൽ ഇരിക്കുന്ന ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടിയാൽ ഹൗ ദ പേ ഈസ് ടു ബി ഫിക്സ്ഡ് എന്നുള്ളതിന് നമ്മുടെ KSR റൂൾ 28A അതാണ് നമ്മൾ ശമ്പളം ഫിക്സ് ചെയ്യാൻ കൊടുക്കുക. അതിൽ നോട്ടുകളിൽ കൃത്യമായി പറയുന്നുണ്ട് ഹൗ ദ പേ ഈസ് ടു ബി ഫിക്സ്ഡ്. ഇൻക്രിമെൻ്റ് ബാറിയും പ്രൊമോഷൻ തടസ്സമല്ല. പിന്നെ എങ്ങനെ പ്രൊമോഷൻ തടസ്സം ചെയ്യുക? പിന്നെ ഇതിൽ നമുക്കൊരു ഹയർ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടിയാൽ ആ ഹയർ പോസ്റ്റിൻ്റെ പവേഴ്സ്, റൈറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഇത് ആ പോസ്റ്റിൽ ജോയിൻ ചെയ്ത ഡേറ്റ് തൊട്ടേ കൊടുക്കാവുന്ന റൂൾ 23 സ്മോൾ a KSR പാർട്ട് 1 പ്രകാരം ഒരു വ്യവസ്ഥയുണ്ട്. റൂൾ 23 സ്മോൾ a KSR പാർട്ട് 1 ഓൺലി ആഫ്റ്റർ അസ്യൂമിങ് ദ ചാർജ് ഓഫ് ദാറ്റ് പോസ്റ്റ്. ഈ റൂൾ വെച്ചാണ് ആ ഹയർ പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്ത ഡേറ്റ് തൊട്ടേ ആ പോസ്റ്റിലേക്ക് വന്നതായി കണക്കാക്കാനും തുടർന്ന് സീനിയോറിറ്റി കൊടുക്കാവൂ എന്നുള്ളൊരു വ്യവസ്ഥ വരാനുള്ള കാരണം. പക്ഷേ അത് ഇവിടെ ബാധകമല്ല. കാരണം ഇൻക്രിമെൻ്റ് ബാറിങ് അത് 2 ഉണ്ടല്ലോ, ഒന്ന് കുമുലേറ്റീവ് ബാറിങ് ആയാലും നോൺ കുമുലേറ്റീവ് ബാറിങ് ആയാലും അതൊന്നും പ്രൊമോഷൻ കൊടുക്കാൻ തടസ്സമല്ല. ഇത് ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒരുപക്ഷെ പിന്തുടർന്ന് വന്ന ചീത്ത അല്ലെങ്കിൽ മോശം
ട്രാക്കിനെ തുടർന്ന് ഒന്നാണ്. അല്ലാതെ ഒരിക്കലും ഇൻക്രിമെൻ്റ് വാറിംഗ് പ്രൊമോഷൻ തടസ്സമല്ല. ഇത് തടസ്സമല്ല എന്ന് ഡിപ്പാർട്ട്മെൻറ്റിന് ബോധ്യമായതുകൊണ്ടാണല്ലോ PNARD 2017 16 ഈ സർക്കുലർ ഇറക്കിയത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ പണിഷ്മെൻറ്റ്. അതുകൊണ്ട് അതുണ്ടായാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് PNARDയുടെ സെക്രട്ടറിയുടെ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർക്കുലറുണ്ട്, ഗവൺമെൻറ് ഉത്തരവുണ്ട്, നിർദ്ദേശമുണ്ട്. അങ്ങനെ പാടില്ല. ഈ പരാമർശത്തിൻ്റെ മീനിങ് എന്താ? ഒരു ജീവനക്കാർ, അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടാവുമല്ലോ ആൻറ്റി കറപ്ഷൻ വാച്ച് ചെയ്യാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വിങ് ഉണ്ടാവും. ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ചില ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതിൻ്റെ സാധ്യത കൂടുതലായതുകൊണ്ട് ഇത് വളരെ കെയർഫുള്ളായിട്ട് വളരെ ഇമ്പക്കബിളായി കുറ്റമറ്റ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടാവാം. അപ്പോൾ ഒരു ഇത്തരം ഒരു ആൻറ്റി കറപ്ഷൻ യൂണിറ്റിൻ്റെ ഹെഡിനെ ഉള്ള പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ഇതേ കുറ്റത്തിന് 5 തവണ പണിഷ്മെൻറ്റ് കിട്ടിയ ഒരാളെ കൊടുക്കുമോ? അപ്പോൾ അങ്ങനത്തെ സെൻസിറ്റീവ് പോസ്റ്റുകളിലേക്ക് ഒരാൾക്ക് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ആ സമയത്ത് ഈ കാര്യം പരിശോധിക്കണം എന്ന് മാത്രമാണ് ഈ റൂൾ 28 ഈ ഒരു വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ പേരിൽ അയാൾക്ക് പ്രൊമോഷൻ നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴാണ് നമ്മൾ അയാളുടെ ശമ്പള സ്കെയിൽ ഉയർത്തി കൊടുക്കും. അയാൾക്ക് പ്രൊമോഷൻ കിട്ടില്ല, പക്ഷേ പ്രൊമോഷൻ കിട്ടിയിരുന്നെങ്കിൽ കിട്ടുമായിരുന്ന സാമ്പത്തികാനുകൂല്യം അയാൾക്ക് പ്രൊട്ടക്ട് ചെയ്ത് കൊടുക്കും, അയാളുടെ ജൂനിയറിന് പ്രൊമോഷൻ കൊടുക്കുകയും ചെയ്യും. അതേ അതിൻ്റെ മീനിങ് ഉള്ളൂ. അല്ലാതെ ഇൻക്രിമെൻറ്റ് ബാറിങ് കിട്ടിയാൽ അതന്നെ ഇവിടെ ഇപ്പോൾ 3 കൊല്ലം വരെ പ്രൊമോഷൻ കണക്കാക്കാറില്ല അല്ലേ? ഇൻക്രിമെൻറ്റ് ബാറിങ് കിട്ടിയാൽ ഏജ് സീനിയോറിറ്റി പ്രൊമോഷൻ വരില്ല. ഇത് ഇപ്പോൾ നമുക്കറിയാം DRB ഡിസ്ട്രിക്ട് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഓരോ ജില്ലയ്ക്ക് വെവ്വേറെയുള്ള നിയമനം വരിക. എന്നിട്ട് ഫസ്റ്റ് പ്രൊമോഷൻ പോസ്റ്റ് മിക്ക ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് ഫസ്റ്റ് പ്രൊമോഷൻ പോസ്റ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ CPOമാർ ജില്ലാ വൈസ് ആണെങ്കിലും സീനിയർ CPO ആയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് വൈസായി അങ്ങനെയല്ലേ അല്ലേ? അങ്ങനെയാണോ? ആണോ? അപ്പം പിന്നെ എങ്ങനെയാണ് വരുന്നത്? ഞാൻ എക്സെപ്റ്റ് LD ക്ലർക്കുമാർ ഈ 14 ജില്ലകളിലെയും വിവിധ റാങ്ക് ലിസ്റ്റുകളിലായി വന്ന 14 ജില്ലകൾക്കും വെവ്വേറെ സീനിയോറിറ്റീസ് ഉണ്ടാവും. ഇവർ UD ആയി കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്തെ മൊത്തം UD ക്ലർക്കിനെ ഒറ്റ ലിസ്റ്റാകും. അപ്പോൾ എങ്ങനെയാണ് സീനിയോറിറ്റി വാച്ച് ചെയ്യുക? അപ്പോഴാണ് ഡേറ്റ് ഓഫ് PSCയുടെ അഡ്വൈസ് ഡേറ്റ് നോക്കിയിട്ടാണ് സീനിയോറിറ്റി എടുക്കുക. അപ്പോൾ എറണാകുളം ജില്ലക്കാരെ 2-ാം തീയതി, പാലക്കാട് ജില്ലക്കാരെ 3-ാം തീയതിയാണ് അഡ്വൈസ് ആയെങ്കിൽ 2-ാം തീയതിക്കാരായ എറണാകുളം ജില്ലക്കാർക്ക് താഴെയാണ് ഈ പാലക്കാടിൻ്റെ 3-ാം തീയതി വരിക. എന്നാൽ ഒരേ ഡേറ്റിൽ അഡ്വൈസ് വന്നാലോ? പാലക്കാടുകാർക്കും എറണാകുളംകാരും എല്ലാവർക്കും 2-ാം തീയതിയാണ് അഡ്വൈസ് എങ്കിൽ അപ്പോഴാണ് നമ്മൾ ഈ മിക്സ് ചെയ്യുക. എന്ത് ചെയ്യും? അപ്പോൾ ഹൂ ഈസ് സീനിയർ ബൈ ഏജ് അയാളെ മുൻപ് കൊണ്ടുവരും. ഒരേ വയസ്സാണെങ്കിലോ ഹൂ ഈസ് സീനിയർ ബൈ ദ ആൽഫബറ്റിക്കൽ ഓർഡർ ഓഫ് എ നെയിം. അപ്പോൾ ഒരേ ആൽഫബറ്റിക്കൽ ഓർഡർ 2 പേരുണ്ടെങ്കിലോ അപ്പോൾ അയാൾ ഏത് ജില്ലയിൽ നിന്ന് വരുന്നു നോക്കുക. അപ്പോൾ ആലപ്പുഴ ജില്ലക്കാർക്ക് മുൻഗണന കിട്ടും, വയനാട്ടുകാർ പിന്നോക്കം പോകും, കാരണം അത് ഏലല്ലേ തുടങ്ങുക. ഇനി ആലപ്പുഴ ജില്ലയിൽ നിന്ന് 2 പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ടോസ് ചെയ്യും, അല്ലെങ്കിൽ ലോട്ടറി മെത്തേഡ് ചെയ്യും. അത്തരം സിറ്റുവേഷനിൽ മാത്രമേ സീനിയോറിറ്റി ഏജിനെ അടിസ്ഥാനമാക്കി തറക്കാനുള്ളൂ. ഇൻക്രിമെൻറ്റ് ബാറിങ് ക്യുമുലേറ്റീവ് ബാറിങ്ങിൻ്റെ പണിഷ്മെൻറ്റ് കിട്ടിയാൽ സുപ്രീം കോടതി വരെ പോയാലും അതിൻ്റെ ചെലവ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം അതിനേക്കാൾ ലാഭകരമാണ്. കാരണം ഈ ക്യുമുലേറ്റീവ് ബാറിങ് വന്നു കഴിഞ്ഞാൽ ആ 1 കൊല്ലം എന്നേക്ക് പോവുകയാണ്. മാക്സിമം പണിഷ്മെൻറ്റ് കിട്ടിയിട്ട് 3 കൊല്ലമാണ്. അപ്പോൾ 3 കൊല്ലമൊക്കെ വരിക എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ ജോലിയെ തുടരാണ്ടിരിക്കാൻ നല്ലത്. കാരണം 10-20 കൊല്ലത്തെ സർവീസ്, അതിനുശേഷമുള്ള പെൻഷൻ, ഫാമിലി പെൻഷൻ, ഒരു 60-70 കൊല്ലത്തെ നഷ്ടം ഇത് മൊത്തം കണക്കാക്കിയാൽ ബോധം ഉണ്ടെങ്കിൽ ബോധം പോകും. അത്ര വലിയ നഷ്ടം വരും. അതുകൊണ്ടാണ് ഇൻക്രിമെൻറ്റ് ബാറിങ് വിത്ത് കുമുലേറ്റീവ് ഇഫക്റ്റ് കിട്ടിയാൽ അത് സുപ്രീം കോടതി വരെ പോയിട്ടെങ്കിൽ റിജക്റ്റ് ചെയ്യണം. കാരണം ഒരു പണിഷ്മെൻറ്റ് ഉദ്ദേശം ഒരാളെ കൊല്ലുക എന്നല്ല. എങ്കിൽ പിന്നെ അതിൽ എളുപ്പം ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കൽ എളുപ്പം. അയാൾക്ക് ഹീ ഷുഡ് ബി കൺവിൻസ്ഡ് ദാറ്റ് ഹി ഹാസ് ഡൺ സംതിങ് റോങ്. അത് അയാൾക്ക് തോന്നണം. അതിന് അയാൾക്ക് ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുക. അതോടൊപ്പം അല്ലാത്തവർക്കുള്ള ഒരു മെസ്സേജും. അല്ലാണ്ട് ഒരു ജീവനക്കാരൻ ഇതോടെ അങ്ങോട്ട് ദഹിച്ചു പോട്ടെ എന്ന രീതിയിലല്ല. അതുകൊണ്ടല്ലേ മേജർ പെനാൾട്ടി ഇമ്പോസ് ചെയ്യുമ്പോൾ PSCയുടെ കൺകറൻസ് വാങ്ങിയിട്ടേ ചെയ്യാവൂ എന്നാണ് വ്യവസ്ഥ. PSC ചിലപ്പോൾ എതിർക്കും. PSC ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ കാര്യം സമ്മതിച്ചോളണമെന്നില്ല. PSC പണിഷ്മെൻറ്റ് പറ്റില്ല എന്ന് പറഞ്ഞാലോ നടപ്പിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും? PSC അറിയിക്കില്ല. PSCയും ഇത് ഗൗരവമായിട്ട് കാലം. കാരണം PSC ഇത് അന്വേഷിച്ച് തുടങ്ങിയാൽ പിന്നെ അതിന് നേരണ്ടാവുള്ളൂ. അവരിപ്പോൾ ടെർമിനേഷനോ ഡിസ്മിസലോ ഉള്ള കേസുകളിൽ മാത്രമേ അത് തന്നെ വെൻ ദ മാറ്റർ കംസ് ടു ദെയർ നോട്ടീസ് അപ്പോഴേ അവർ ഇടപെടുള്ളൂ. ഇതിൽ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുള്ളൂ. അപ്പോൾ ഈ മേജർ പെനാൾട്ടി ഇമ്പോസ് ചെയ്യുമ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷനെ അറിയിക്കണമെന്നൊരു പ്രൊട്ടക്ഷൻ വെക്കാനുള്ള കാരണം ഇതാണ്. വെറുതെ 1-2 ആൾക്കാരോ വിചാരിച്ചിട്ട് ഒരു ജീവനക്കാരൻ്റെ വാട്ട് ടു സേ ലൈഫ്, സർവീസ് ലൈഫ് നഷ്ടപ്പെട്ടു പോകരുത്. കാരണം വിചാരിച്ചാൽ പറ്റും. അതാണ് നമ്മുടെ ഒരു രീതി. അതുകൊണ്ടാണ് ഈ പണിഷ്മെൻറ്റുകൾക്കെതിരെ ശക്തമായ നടപടികളുമായിട്ട് പോകണം. എത്ര തുക അതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വന്നാലും അതൊന്നും നഷ്ടമല്ല. കാരണം വി ആർ ലൂസിങ് എബോവ് 2 or 3 times എബോവ് ദ ടോട്ടൽ കോസ്റ്റാണ്. അപ്പോൾ അത് ഓർക്കുക, അത് പോവുക വേണം. എങ്കിലേ ഇത്തരം ഈ അപാകതകളും
അല്ലെങ്കിൽ സോ കോൾഡ് ഇൻജസ്റ്റിസ് ഒക്കെ ചോദ്യം ചെയ്യപ്പെട്ടു പോവുകയുള്ളൂ. ഇത് കാത്തിരിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. യെസ്, നമ്മളെ പെൻഷനിലേക്ക് വരാം അല്ലേ. ഇതിൽ ഇപ്പോൾ ഫാമിലി പെൻഷൻ പെൻഷൻ ഇത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് കൊടുക്കണം എന്നാണ്. പെൻഷൻ കിട്ടണമെങ്കിൽ മിനിമം 10 കൊല്ലത്തെ സർവീസ് വേണം. അതാണ് കണ്ടീഷൻ. ഫുൾ പെൻഷൻ 30 കൊല്ലം. അവർക്ക് 2 കൊല്ലം മതി. അത് അവരുടെ ഒരു പ്രത്യേക വിഭാഗമായിട്ട് കൊടുക്കുന്നതാണ്. അതെ, അതല്ലേ ആ കാര്യത്തിൽ അവർ വളരെ യോജിപ്പും വരുമല്ലോ. എല്ലാം യോജിപ്പാണ്. അവരെ എമൗണ്ട് കൂട്ടാനോ അവരെ പേയ്മെൻറ്റ് കൂട്ടാനോ ഒക്കെ ഒന്നുമില്ല. അവർ പൊളിറ്റിക്കൽ പെൻഷൻ എന്ന പരിധിക്കത്തല്ലേ വരിക അവർക്ക്. അപ്പോൾ അങ്ങനെ പോകുന്നതാണ്. ഈ മിനിമം പെൻഷൻ കിട്ടാൻ 10 കൊല്ലവും മാക്സിമം പെൻഷൻ കിട്ടാൻ 30 കൊല്ലമാണ്. ഇവിടെയും വളരെ റിലാക്സ്ഡാണ്. KSR പാർട്ട് 3 റൂൾ 57 പാർട്ട് 3 പ്രകാരം 9 കൊല്ലവും ഒരു ദിവസം ഉണ്ടായാൽ അത് 10 കൊല്ലാക്കാം. റൂൾ 57 KSR പാർട്ട് 3. 9 കൊല്ലവും ഒരു ദിവസം ഉണ്ടായാൽ 10 കൊല്ലമായി കണക്കാക്കാം. 29 കൊല്ലം ഒരു ദിവസം ഉണ്ടായാൽ 30 കൊല്ലമാക്കാം. സോ ദാറ്റ് മാക്സിമം പെൻഷൻ വാങ്ങാം. 29 കൊല്ലം പ്ലസ് 1 ഡേ സീക്വൽ ടു 30 years ആണ്. അപ്പോൾ അവിടെ ദാറ്റ് 1 day സീക്വൽ ടു 1 year ആണ്. അതാണ് ഈ പലപ്പോഴും ഒരു ദിവസത്തെ ശമ്പളമില്ലാത്ത അവധി എടുത്താൽ എന്താ വരാൻ പോണത് എന്ന് വിചാരിച്ചിട്ട് ലീവ് എടുക്കുന്നവരുണ്ട്. ചിലപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലാണ് നമുക്കെതിരെ തിരിയുക. കാരണം 29 years പ്ലസ് 1 day സീക്വൽ ടു 30 years ആണ്. സോ ദാറ്റ് 1 day സീക്വൽ ടു 1 year ആണ്. അപ്പോഴേ ഒരു ദിവസത്തിന് വില അറിയുള്ളൂ. അതുകൊണ്ടാണ് ശമ്പളമില്ലാത്ത അവധി എടുക്കാതിരിക്കുക. ദെൻ DCRGക്ക് 33 കൊല്ലം വരെ കിട്ടും. അവിടെ 32 കൊല്ലവും ഒരു ദിവസം ഉണ്ടായാൽ 33 കൊല്ലമായി കണക്കാക്കാം. സോ ദാറ്റ് മാക്സിമം DCRG വാങ്ങാം. ഇപ്പോൾ മാക്സിമം DCRG 14 ലക്ഷം രൂപയാണ്. 2 കൊല്ലത്തേക്ക് 1 മാസത്തെ ശമ്പളം, അതാണ് റേറ്റ്. ഫോർ എവറി 2 years ഓഫ് സർവീസ് 1 month പേ ഓർ ഹാഫ് മന്ത് പേ ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ. അങ്ങനെയാകുമ്പോൾ 16 ഇരട്ടി വരെ മേടിക്കാം. 14 ലക്ഷമാണ് ഇപ്പോഴത്തെ മാക്സിമം ഉണ്ട്. കഴിഞ്ഞ പേരൻഷനിൽ 7 ലക്ഷമായിരുന്നു. അതിന് നേരെ ഇരട്ടിയാക്കിയിട്ടിപ്പോൾ 14 ലക്ഷം വരെ കൈപ്പറ്റാം. റിട്ടയർമെൻറ്റ് അടക്കമുള്ള 10 മാസത്തെ ശരാശരി ബേസിക് പേ, അതാണ്. ഗ്രാറ്റുവിറ്റിയാണ് 2 കൊല്ലത്തേക്ക് 1 മാസം ശമ്പളം എന്ന് പറഞ്ഞാൽ ബേസിക് പേ പ്ലസ് DA. നമുക്ക് 1/3/97 പേരൻഷൻ തൊട്ടാണ് DCRG കണക്കാക്കുമ്പോൾ DA കണക്കാക്കിയിരുന്നത്. അതിന് മുമ്പ് നമുക്ക് ബേസിക് പേ മാത്രമേ എടുക്കാറുള്ളൂ. 1/3/97 പേരൻഷൻ മുതൽ ഈ DA അടക്കമുള്ള ബേസിക് പേ ആണ് LE അഥവാ ലാസ്റ്റ് എമോൾമെൻറ്റ് എന്നാണ് പറയുക. അതേ ഇൻറ്റു ക്വാളിഫയിങ് സർവീസ് ബൈ 2 എന്ന് പറഞ്ഞാൽ 2 കൊല്ലത്തേക്ക് 1 മാസം ശമ്പളം. മാക്സിമം കിട്ടാവുന്നത് 14 ലക്ഷം രൂപയാണ്. അതിപ്പോൾ ഒരുവിധം ഒരു 10, 26, 27 കൊല്ലം സർവീസുള്ള ഒരു മിഡിൽ ക്ലാസ് ജീവനക്കാർക്ക് കിട്ടുമത്. അല്ലേ, ഒരു ഇപ്പോഴത്തെ റേറ്റ് വെച്ച് അങ്ങനെയല്ലേ. നമ്മളെ ശമ്പളവും ശമ്പള സ്കെയിലുകളും ശമ്പളത്തിൻ്റെ രീതിയൊക്കെ അങ്ങനെയാണ് അല്ലേ. ശരാശരി ഒരു 2000, 2500 രൂപ ആവറേജ് കിട്ടാത്ത ഒരു ദിവസത്തെ കൂലി കിട്ടാത്ത സർക്കാർ ജീവനക്കാർ ഇപ്പോൾ ഉണ്ടാവില്ല. കാരണം അങ്ങനെയാണ് നമ്മുടെ ശമ്പളത്തിൻ്റെ പാറ്റേൺ. ഇപ്പോൾ 27ാമത്തെ ശമ്പള സ്കെയിലാണ് 93,000 തുടങ്ങി 1,20,000 അവസാനിക്കുന്നത്. 1/7/2014 10ാം പേ ആവശ്യം നടപ്പിലാക്കിയ അന്ന് 1,20,000 എത്തിയ സർക്കാർ ജീവനക്കാരുണ്ട്, പ്രത്യേകിച്ച് ഡോക്ടേഴ്സ്. അവർക്ക് അവർ ശമ്പള സ്കെയിൽ തുടങ്ങുന്നത് 42,500 തുടങ്ങുന്ന സ്കെയിലാണ്. പക്ഷേ അവരുടെ ഫസ്റ്റ് പേ 50,400 ഫിക്സ് ചെയ്യുക. അവർക്ക് ഏതോ കമ്മിറ്റിയിലൊക്കെ റെക്കമെൻഡേഷനെ തുടർന്നവർക്ക് അങ്ങനെ ആനുകൂല്യമുണ്ട്. അപ്പോൾ അവരൊക്കെ മുമ്പേ തന്നെ ഏതാണ്ട് അടുത്ത പേരൻഷൻ വരുമ്പോഴത്തേക്ക് അതിന് മുമ്പേ തന്നെ സീലിങ്ങിലേക്ക് എത്തും. അപ്പോൾ 1,20,000 രൂപ വാങ്ങുന്ന ഒരാൾ റിട്ടയർ ചെയ്താൽ അയാൾക്ക് കിട്ടുന്ന പെൻഷൻ 30 കൊല്ലം സർവീസ് ഉണ്ടെങ്കിൽ 60,000 പ്ലസ് 15% DA ആണ്. അങ്ങനെ വാങ്ങുന്ന എത്ര ആൾക്കാരുണ്ട്. അപ്പോൾ തീരെ ചെറിയൊരു എമൗണ്ട് അല്ല നൗ വി ആർ ബീയിങ് പെയ്ഡ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിട്ടേൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിലേ നമുക്ക് സംശയമുള്ളൂ. അതൊക്കെ ആൾക്കാർ ജോലി ചെയ്യുന്ന ആൾക്കാർ സ്വയം തോന്നേണ്ട കാര്യമാണല്ലോ അല്ലേ. അല്ലാണ്ട് നമുക്കൊരാളെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. യെസ്, ഈ പെൻഷൻ്റെ കാര്യത്തിൽ സർവീസ് ബുക്കിലൊക്കെ വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് ഓർക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരാൾ 30 കൊല്ലം സർവീസ് ഉണ്ട് അയാൾക്ക്. ഈ ജസ്റ്റ് ബിക്കോസ് ദാറ്റ് എംപ്ലോയി ഈസ് ഹാവിങ് 30 years എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ 30 കൊല്ലവും പെൻഷന് പരിഗണിച്ചോളണം എന്നില്ല. കാരണം അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. നമ്മുടെ പഴയ പെൻഷൻ ബുക്ക് നോക്കി അറിയാതെ അതിൽ പേജ് നമ്പർ 11 RRA റിമാർക്സ് ഓഫ് റിപ്പോർട്ടിംഗ് അതോറിറ്റി, അതായത് ജീവനക്കാരൻ്റെ കൺട്രോളിംഗ് ഓഫീസർ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഓഫീസ്, അയാൾ അതിലൊരു 6 പോയിന്റുകൾ പൂരിപ്പിച്ചു കൊടുക്കണം. ഇയാൾക്ക് മുൻപേ പെൻഷൻ കിട്ടിയിട്ടുണ്ടോ, ഇപ്പോൾ എന്താണ്, അവരുടെ സ്വഭാവം എങ്ങനെയാണ്. അതിലൊരു 4ാമത്തെ ചോദ്യമുണ്ട്, വെദർ ദ ക്വാളിഫയിങ് സർവീസ് ക്ലെയിംഡ് ബൈ ദ എംപ്ലോയി ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ടു ബി അഡ്മിറ്റഡ് ഫോർ പെൻഷൻ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അവിടെ അത് പൂരിപ്പിച്ചു കൊടുക്കണം, സർട്ടിഫിക്കറ്റ് ആയിട്ട് കൊടുക്കണം. സർട്ടിഫൈഡ് ദാറ്റ് ദ ക്വാളിഫയിങ് സർവീസ് ക്ലെയിംഡ് ബൈ ദ എംപ്ലോയി
ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് അഡ്മിറ്റഡ് ഫോർ പെൻഷൻ എന്ന് മേലധികാരി എഴുതി കൊടുക്കണം. ഏത് റെക്കോർഡിൻ്റെ വെളിച്ചത്തിലാണ് മേലധികാരിക്ക് ഇത് എഴുതാൻ പറ്റുക? ഒരു പക്ഷേ റിട്ടയർ ചെയ്യുന്നതിന് 2 മാസം മുമ്പായിരിക്കാം നിങ്ങളുടെ ഓഫീസിലേക്ക് അയാൾ വന്നിട്ടുണ്ടാവുക. ഓൺ വാട്ട് അതോറിറ്റി യു ക്യാൻ ഗീവ് ദാറ്റ് സർട്ടിഫിക്കറ്റ്? എന്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുക? സർവീസ് ബുക്കാണല്ലോ നമ്മുടെ ഒരു മെയിൻ ഡോക്യുമെൻ്റ്. അതിൽ എന്ത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും? അതിനാണ് നമുക്ക് എല്ലാ സാമ്പത്തിക വർഷം കഴിഞ്ഞാലും ഏപ്രിൽ മാസത്തിൽ ആനുവൽ വെരിഫിക്കേഷൻ എന്നൊരു ഏർപ്പാടുണ്ട്. KSR പാർട്ട് 3 റൂൾ നമ്പർ 150 പ്രകാരം എല്ലാ കൺട്രോളിംഗ് ഓഫീസേഴ്സും ഇത് സർവീസ് ബുക്കിൽ നിർബന്ധമായി എഴുതിക്കണം. ഈ രേഖ നോക്കിയിട്ടാണ് ഈ കൺട്രോളിംഗ് ഓഫീസർ അല്ലെങ്കിൽ പുതിയതായി വരുന്ന ഹെഡ് ഓഫ് ഓഫീസ് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഒരാൾ 30 കൊല്ലം സർവീസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അയാളുടെ സർവീസ് ബുക്ക് മറിച്ച് നോക്കിയപ്പോൾ 29 കൊല്ലത്തേക്ക് വെരിഫിക്കേഷൻ കണ്ടുള്ളൂ എങ്കിൽ അയാൾക്ക് പറയാം, ഐ വിൽ നോട്ട് അഡ്മിറ്റ് ദിസ് 30 years ആസ് ക്ലെയിം ഫോർ പെൻഷൻ, ഞാനിത് 29 കുറയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ അതുകൊണ്ടാണ് സർവീസ് ബുക്കുകളിൽ എല്ലാ വർഷവും ആനുവൽ വെരിഫിക്കേഷൻ ഏപ്രിൽ മാസത്തിൽ തന്നെ ചെയ്യണമെന്ന് റൂൾ 150 KSR പാർട്ട് 3 പറയാനും കാരണം. വേറൊരു പ്രൊട്ടക്ഷൻ കൂടി ഇതിലുണ്ട്. ഇതിൽ റൂൾ നമ്പർ 146 പ്രകാരം എല്ലാ ജീവനക്കാർക്കും അവരവരുടെ സർവീസ് ബുക്കുകൾ സ്വമേധയാ വാങ്ങി പരിശോധിക്കണം. കാരണം അയാളെ പറ്റിയുള്ള കാര്യങ്ങൾ അയാൾക്കാണല്ലോ കൂടുതൽ വ്യക്തമായി അറിയുക. അപ്പോൾ ഈ പവർ ദർ ഈസ് എ മിസ്റ്റേക്ക്, അത് പെട്ടെന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലീവ് അക്കൗണ്ടിൽ നമുക്കറിയാം ഹാഫ് പേ ലീവ് 10 ദിവസത്തേക്ക് ഹാഫ് പേ ലീവ് എടുത്താൽ 10 ദിവസമേ പോവുള്ളൂ. 10 ദിവസത്തേക്ക് കമ്മ്യൂട്ടർ ലീവ് എടുത്താലോ 20 ഹാഫ് പേ ലീവ് പോകും. അപ്പോൾ ഒരാൾ 10 ദിവസത്തേക്ക് ഹാഫ് പേ ലീവ് എടുത്തിട്ട് അത് എഴുതിയ കോളം തെറ്റിയാലോ കമ്മ്യൂട്ടർ ലീവിൻ്റെ കോളത്തിലേക്ക് രണ്ടും അടുത്തെടുത്താൽ കമ്മ്യൂട്ടർ ലീവിൻ്റെ കോളത്തിലേക്ക് മാറ്റി എഴുതിയാൽ അയാൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് 10 ലീവ് വെറുതെ പോകും. അപ്പോൾ അത് പരിശോധിക്കേണ്ടത് ജീവനക്കാരനാണ്. ഇപ്പോൾ ലീവിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ഏൺ ലീവ് 62 എന്നുള്ള അടുത്ത പേജിലേക്ക് കയറി പറയുമ്പോൾ ഇൻ്റർജബിളി വരാം 26 ആവാം. ഇതാരും നോക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചട്ടം 146 KSR പാർട്ട് 3 പ്രകാരം എല്ലാ ജീവനക്കാരും ഇത് എപ്പോഴെങ്കിലും ഒരു വർഷത്തിൽ 2 തവണയെങ്കിലും വാങ്ങി പരിശോധിക്കുക. പറ്റുമെങ്കിൽ അതിൽ തന്നെ ഒരു GD ഉണ്ട്, ഗവൺമെൻറ് ഡിസിഷൻ. അത് പ്രകാരം ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഓഫ് ദ സർവീസ് ബുക്ക് എല്ലാവരും എഴുതി വെക്കണം. ഒറിജിനൽ റൂൾ 146 KSR പാർട്ട് 3 അതിലത്തെ GD ഗവൺമെൻറ് ഡിസിഷൻ അത് പ്രകാരമാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി വയ്ക്കാൻ പറയുന്നത്. ഈ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഒറിജിനൽ ഏത് അധികാരിയാണോ അറ്റസ്റ്റ് ചെയ്യുന്നത് അതേ അധികാരിക്ക് അറ്റസ്റ്റ് ചെയ്ത് തരാനുള്ള മാൻഡേറ്ററി ഓബ്ലിഗേഷൻ ഉണ്ട്. അപ്പോൾ അത് സ്വന്തം ഒപ്പം ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരെ കൊണ്ട് പരിശോധിപ്പിക്കാം, അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി എടുത്തോളാൻ പറയാം. അതൊക്കെ ആ ഒപ്പിടുന്ന മേലധികാരിയുടെ യുക്തമനുസരിച്ച് തീരുമാനിക്കാം. എന്തായാലും ഈ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയിൽ ഇയാൾ ഒപ്പിട്ട് കൊടുത്തേ പറ്റൂ. ആര് പറഞ്ഞു സാർ? അതൊക്കെ ചില സ്ഥലങ്ങളിൽ കാണുന്നല്ലേ. അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ പതൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആരും കാണാനാണ് കൊടുക്കുക. എന്താ ബുദ്ധിമുട്ടതിന്? ഇതൊന്നും ഒരാളുടെ സൗജന്യമല്ലല്ലോ. ഇത് അതിന് വേണ്ടി ചെയ്യുന്നു. ഞാൻ ഒരു LD ക്ലർക്കായിട്ട് സർവീസ് കയറിയ ആളാണ് AIT റിട്ടയർ ചെയ്തത്. ഞങ്ങളൊക്കെ ഒരു ഗ്രേഡിന് കിട്ടിയാൽ ഞാൻ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇരിക്കുമ്പോൾ അഗ്രികൾച്ചർ ഓഫീസർമാരോട് വിളിച്ച് ചോദിക്കും, നിങ്ങൾ ഈ ഡേറ്റ് നിങ്ങൾക്ക് അനുകൂലമാണോ നോക്കിയിട്ടാണോ? കാരണം ഇൻക്രിമെൻ്റ് ഡേറ്റിൽ ഗ്രേഡ് വാങ്ങിയാൽ 3 ഇൻക്രിമെൻറ്റ് കിട്ടും. ഇല്ലില്ല, അതൊന്നും പറ്റില്ല. അതൊക്കെ ഈ കൈകാര്യം ചെയ്യുന്ന മേലധികാരികളുള്ള സോഫ്റ്റ് ഓർഡറേ ആവുള്ളൂ. അതുകൊണ്ട് വരുന്നതാണ്. അങ്ങനെയാണല്ലോ ആഫീസ് ചിലപ്പോൾ ചില ആൾക്കാരെ വിശ്വസിച്ചാൽ. ഞാൻ പറഞ്ഞത് ഈ KSR റൂൾ എഴുതി ഉണ്ടാക്കിയത് സാറിനെ പോലെ പോലെ ഉള്ള ആരെങ്കിലും മിടുക്കന്മാരായിരിക്കും. അപ്പോൾ അതിൽ തന്നെ മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെ രക്ഷപ്പെടുത്താനുള്ള പഴുതുകൾ ഉണ്ടാക്കിയിട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു മാസത്തെ ശമ്പളം എനിക്ക് എഴുതിയതിൽ നമ്മൾ ക്ലർക്കിന് മിസ്റ്റേക്ക് പറ്റി 2000 രൂപ കുറച്ചാണ് എഴുതിയത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കാൻ KSR പ്രകാരം നടപടിയുണ്ട്. അതൊരു ഡിറക്ഷൻ ഓഫ് ഡ്യൂട്ടി അല്ലേ? അതിന് പ്രത്യേക ആക്ഷൻ വേണം. നമ്മുടെ പണിഷ്മെന്റ് റൂളിലുണ്ട്. ഇന്ന പണിഷ്മെന്റ് ഇന്ന ഒഫൻസ് എന്നല്ല. ഡിറിലിക്ഷൻ ഓഫ് ഡ്യൂട്ടി ഔദ്യോഗിക കൃത്യവിലോപം ഈസ് എ വാല്യുബിൾ റീസൺ ഫോർ ടേക്കിംഗ് ഓർ ആക്ഷൻ അഗൈൻസ്റ്റ് ഹിം. അത് മേലധികാരി തയ്യാറാവാത്തോണ്ടാണ്. അതല്ല, അവിടെ ഈ സർവീസ് ബുക്ക് എഴുതാതിരിക്കുന്ന ആളിന്റെ ഡ്യൂട്ടി എന്താ? സർവീസ് ബുക്കുകളിലെ യഥാസമയങ്ങളിൽ പിന്നെ അദ്ദേഹത്തിന് തെറ്റ് വന്നാൽ അദ്ദേഹത്തിനെതിരെയല്ല നടപടി എടുക്കാൻ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. നമ്മൾ പിന്നെ വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് സർവീസ് ബുക്ക് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കാൻ കരുതി വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള ഒരു രക്ഷപ്പെടൽ തന്നെ. അങ്ങനെയല്ല, ഇൻ കേസ് ദ ഒറിജിനൽ ഈസ് മിസ്സിംഗ്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലായിട്ട് എടുക്കാം. അപ്പോൾ ഒറിജിനൽ മിസ് ചെയ്യുന്നത് നമ്മളിവിടെയുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ് അവരുടെ ഉത്തരവാദിത്വമാണ് ചോദിക്കുന്നത്. അത് സൂക്ഷിക്കുന്ന ആളുടെയാണ്. ഇതിലെ KSR പാർട്ട് 3 റൂൾ 143 പ്രകാരം സ്വന്തം സർവീസ് ബുക്ക് അവനവൻ സൂക്ഷിക്കാൻ പാടില്ല. ഒരു ഓഫീസിൽ 50 സർവീസ് ബുക്ക് സൂക്ഷിക്കണമെങ്കിൽ 49 ഒരാൾ സൂക്ഷിക്കുക. അയാളുടെ സർവീസ് ബുക്ക് ഹെഡ് ഓഫ് ഓഫീസ് വാങ്ങി സൂക്ഷിക്കണം.
കാരണം സർവീസ് ബുക്കിൽ തിരുത്താം. ഇപ്പോൾ 1951 എന്നുള്ള ഇയർ ഓഫ് ബർത്ത് 57 എളുപ്പമാണ്. അങ്ങനെയൊക്കെ ചെയ്ത് ജോലി പോയവർ വേണ്ട ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഈ അതുപോലെ ട്രാൻസ്ഫർ ആയി പോകുന്ന ഒരാളുടെ കയ്യിൽ സർവീസ് ബുക്ക് കൊടുത്തു വിടരുത്. ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ തോന്നാം ഒന്ന് കറക്റ്റ് ചെയ്യാൻ, ഗ്യാപ്പ് ഇട്ട് എഴുതരുത്. കാരണം ഗ്യാപ്പ് ഇട്ട് എഴുതിയാൽ ചിലപ്പോൾ അയാൾക്ക് ഗുഡ് സർവീസ് സെൻറ്റർ കിട്ടിയെന്നൊക്കെ എഴുതി വെക്കാം. സിഗ്നേച്ചറും സീലൊക്കെ ആരോ നോക്കാൻ പോകത്ത് 60 രൂപ കൊടുത്തപ്പോൾ സീൽ ആരുടെ പേരിലും കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത്തരം സാധ്യതകൾ ഉണ്ടാക്കരുത്. ഇത് ഉണ്ടായെന്ന ബുദ്ധിമുട്ട് ഈ സ്വന്തം സർവീസ് ബുക്കിൽ അവനവൻ തന്നെ മാനിപ്പുലേഷൻ വരുത്താനുള്ള സാഹചര്യം ഹെഡ് ഓഫ് ദ ഓഫീസ് ഒരുക്കി കൊടുത്തു എന്നാണ് പറയുക, അല്ലേ? അങ്ങനെ നിയമം വരിക. ദ ഹെഡ് ഓഫ് ദ ഓഫീസ് ഹാസ് ജോയിൻറ്റ് ഹാൻഡ്സ് വിത്ത് എംപ്ലോയി ടു മേക്ക് സച്ച് കറപ്ഷൻസ് അല്ലെങ്കിൽ കറക്ഷൻസ് വരുത്താൻ വേണ്ടി അയാളോട് കൂട്ടുകൂടി എന്നാണ് പറയുക. അത് റൂളുകളിലുണ്ട്. ജിയോ പി മീൻസ് ജിയോ പ്രിൻറ്റഡ്. അതുകൊണ്ടാണ് അതിന് മലയാളം അച്ചടി എന്നുള്ളതിന് ആ ആയിട്ട് വരാൻ കാരണം. അപ്പോൾ സർക്കാർ ഉത്തരവൊക്കെ മലയാളമാക്കിയല്ലോ, സാ ഉ ബ്രാക്കറ്റിൽ ആ. ഇത് പ്രിൻ്റ് വെച്ചാൽ ഈ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ബാധകമാകുന്ന പൊതുവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണ് പി ആയിട്ട് ഇറക്കുക. ധനവകുപ്പ്, പൊതുഭരണ വകുപ്പ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, PNARD. ഇവർ ആവശ്യമുള്ള അത്രയും കോപ്പികൾ സർക്കാർ മുദ്രയോടുകൂടി പ്രിൻ്റ് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എത്തിക്കും. അതാണ് അതിൻ്റെ പിന്നിലെ പശ്ചാത്തലം. RT മീൻസ് റുട്ടീൻ, സാധാരണ. ഇത് ചിലപ്പോൾ ഒരാളെ പറ്റിയായിരിക്കും. ഇപ്പോൾ LWA ഫോർ സ്റ്റഡി പർപ്പസ് എടുക്കാൻ വേണ്ടി ഒരാൾക്ക് ലീവ് കൊടുത്തത് ഗവൺമെൻറ് ഉത്തരവായിട്ട് വരിക, അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷൻ ഉത്തരവായി, അതൊക്കെ ഗവൺമെൻറ് ഉത്തരവായിട്ടാണ് വരിക. നമ്മുടെ പ്രൊബേഷൻ കാലം 3 കൊല്ലം കഴിഞ്ഞും പ്രൊബേഷൻ പൂർത്തിയായില്ല, സർക്കാർ 2 കൊല്ലത്തേക്ക് ദീർഘിപ്പിച്ചു തന്നു. ഇതും ജിയോ RT ആയിട്ടാണ് വരിക. ഇത് ആ ഒരു വ്യക്തിയെയും അയാളുടെ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ ബാധ്യമാവുള്ളൂ. അതുകൊണ്ട് 5-10 കോപ്പി മതി. MS മീൻസ് മാനുസ്ക്രിപ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ കൈയെഴുത്ത്. അതുകൊണ്ടാണ് കൈ എന്ന് കാണാൻ കാരണം. സാ ഉ ബ്രാക്കറ്റിൽ കൈ എന്നാണ് കാണുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവുകൾ. സർക്കാരിൻ്റെ നയപരമായ തീരുമാനം, ഡിപ്പാർട്ട്മെൻറ്റ് വികസനം, പോസ്റ്റ് ക്രിയേഷൻ, സർക്കാർ ആവശ്യങ്ങൾക്ക് സ്ഥലം വാങ്ങുക, സർക്കാർ ആഫീസിൻ്റെ റെൻറ്റ് ഫിക്സ് ചെയ്യുക, ഇതൊക്കെ MS-ലാണ്. അതുകൊണ്ട് കേരള സംസ്ഥാനം ഉടലെടുത്ത അന്ന് മുതൽ ഉള്ള എല്ലാ MS ഉത്തരവിൻ്റെ കോപ്പികളും ഇപ്പോഴും സെക്രട്ടേറിയറ്റിൽ പക്കാ കോപ്പികൾ ഉണ്ടാവണം എന്നാണ് വെപ്പ്. ഇതൊരിക്കലും ഡിസ്ട്രോ ചെയ്യാൻ പാടില്ലാത്ത രേഖയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവ് അതാണ് MS. ഇപ്പോൾ ഈ മലയാളം കഴിച്ചുകൊണ്ട് അങ്ങനെ വരാം, അല്ലേ? ഇപ്പോൾ ഈ PNARD അതൊക്കെ കാണുക ഊ പ ഭാവ എന്നാ. അപ്പോൾ സാ ഊ സാ ബ്രാക്കറ്റിൽ ഊ പ ഭാവ, ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ്. മലയാളാക്കിയാണത്, എല്ലാവരും ചെറുതാവും. ഇപ്പോൾ ധന ഫൈനാൻസിൽ പകരം ധന എന്ന് എഴുതും. അപ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ തോന്നും ചിലപ്പോൾ. അതിനൊരു ലിമിറ്റില്ല, ഇത് സൂണാണ്. കാരണം അതൊക്കെ ടെമ്പററി മുസ്ത പ്രൊഫഷനായിട്ട് വരില്ലേ. എന്തിന് നമ്മളൊരു അഡ്വാൻസ് വാങ്ങി, നിങ്ങളിപ്പോൾ ഈ ഏതെങ്കിലും ഒരു പ്രോഗ്രാം നടത്താൻ അഡ്വാൻസ് വാങ്ങി, എന്തെങ്കിലും ആയിക്കോട്ടെ, കണ്ടിൻജൻസി അഡ്വാൻസ് വാങ്ങിയാൽ വിതിൻ 3 months അല്ലെങ്കിൽ ബിഫോർ ദ ക്ലോഷർ ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ അത് സെറ്റിൽ ചെയ്ത് ഫൈനൽ ബില്ല് കൊടുക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് ടെമ്പററി മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗവൺമെൻറ് മണിയായിട്ട് കണക്കാക്കുക, കാശ് കയ്യിൽ വെച്ച് അട്ടിമറി ചെയ്യാമെന്നാണ്. അപ്പോൾ അതേപോലെയാണിത്. ദുരുദ്ദേശപരമായിട്ടാണ് ഈ പണം കയ്യിൽ വെച്ചത് എന്ന് പറഞ്ഞ് ഈ മേലധികാരിക്ക് ഇയാൾക്ക് നോട്ടീസ് കൊടുക്കാം. നമ്മുടെ റൂൾ 93 ഗവൺമെൻറ് സർവീസ് കോൺട്രാക്ട് റൂളിലാണ്. ബൈഗാമസ് മാരേജ് ഈസ് നോട്ട് അറ്റ് ഓൾ പെർമിസിബിൾ ടു ഗവൺമെൻറ് എംപ്ലോയി. സർക്കാർ ജീവനക്കാർക്ക് ഒന്നിൽ കൂടുതൽ വിവാഹം പാടില്ല. ശരിക്കും ഗവൺമെൻറ് അനുവദിക്കേണ്ടതാണിത്, ഇല്ലേ? കാരണം ഒരാൾക്ക് കൊടുക്കാവുന്ന ഇതിലും വലിയൊരു പണിഷ്മെൻ്റ് ഇല്ല, അല്ലേ? ഒരാളെ കൊണ്ടുവരക്കണതിനെ ബുദ്ധിമുട്ട് കൊണ്ടുവരുമ്പോൾ അറിയുള്ളൂ. അവർ രണ്ടാളും ഒന്ന് ഇന്ത്യയും പാകിസ്ഥാനും ആണെങ്കിലോ പിന്നെ എന്തായാലും അയാളുടെ സർവീസ് അവസാനിക്കില്ല എന്നുള്ള കാര്യം ഷുവർ. ഇതെങ്ങനെ ശരി. ഒന്നാമത്തത് നമ്മൾ ഈ ആഫീസുകളിലുള്ള ഒരു സ്മൂത്ത് അറ്റ്മോസ്ഫിയർ സ്പോയിൽ ആകുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ. ഈ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ പൊതുവേ ഞാൻ ഒരു സർവീസിലുള്ളപ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുള്ള ആളാണ്. ഞാൻ തന്നെ പല ഈ ക്ലർക്കുമാരും പറയാറുണ്ട്, ഒരു ക്ലർക്കിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർക്ക് വേണ്ട സർവീസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ എങ്ങനെ ഒരാളുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കാം എന്ന് നോക്കലല്ല. നമ്മുടെ ഒരു രീതിയാണ്. എല്ലാ ആഫീസുകളും ഒരു LD ക്ലർക്കാണ് കൊണ്ടുനടക്കുക. അതാണ് ഏറ്റവും വലിയ രസം. ഒരു നോൺ ഗസറ്റഡ് കേഡറുള്ള ഉദ്യോഗസ്ഥന് ഒരു സർക്കാർ വിഷയത്തിൽ ഇങ്ങനെയാവാം അങ്ങനെയാവാം, ലീവ് കൊടുക്കാം ലീവ് കൊടുക്കരുത് എന്ന് എഴുതി വെക്കാൻ പാടില്ല എന്ന് പാരഗ്രാഫ് നമ്പർ 57 MOP മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയറിലെ പാരഗ്രാഫ് നമ്പർ 57 ഉണ്ട്. കാരണം ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥന് മാത്രമേ, അതാണ് സ്റ്റേറ്റ് സർവീസിൽപ്പെട്ട ഗസറ്റഡ് ഉദ്യോഗസ്ഥന് മാത്രമേ സർക്കാർ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിലും ഇപ്പം നമ്മുടെ സർക്കാർ ആഫീസുകളൊക്കെ മിക്കതും ചിലപ്പോൾ ഒരു LD ക്ലർക്കായിരിക്കാം ഫൈനൽ തീരുമാനമെടുക്കുക. അതിങ്ങനെ സ്മൂത്തായിട്ട് പോകും. ഒരുപക്ഷെ മേലധികാരിക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്നത് അയാളോടുള്ള വിശ്വാസമായിരിക്കാം. കാരണം ആരെങ്കിലും വിശ്വാസത്തിലെടുക്കാതെ എല്ലാ പേപ്പറും നോക്കാൻ പറ്റുമോ? ഒപ്പിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചില ആൾക്കാരെ വിശ്വാസത്തിലെടുക്കാം,
അങ്ങനെ വിശ്വാസത്തിലെടുത്തിട്ടാണ് ചില ആൾക്കാർ ഐ ആം റിസൈനിങ് മൈ ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അറിയാണ്ട് ഒപ്പിട്ട് കൊടുത്ത് മേലത്തെ ഓഫീസിൽ പോയിട്ട് ആളുകൾ വിളിച്ചു ചോദിച്ച കേസുകളൊക്കെ ഉണ്ട്. താൻ റിസൈൻ ചെയ്യാൻ പോവാണോ എന്ന് അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുമ്പോഴാണ് വിവരം അറിയണത് ഒപ്പിട്ട പേപ്പറിൽ ആരോ ഒരുത്തൻ ഇങ്ങനെ പറ്റിച്ചു എന്ന്. അങ്ങനെ വരും. അപ്പോൾ വിശ്വാസത്തിലെടുക്കുക എന്നുള്ള ആവശ്യമാണ്. പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ യഥാസമയങ്ങളിൽ ചോദ്യം ചെയ്യപ്പെട്ട് പോകണം. അല്ല എന്താ കാരണം? അല്ല, ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കേസാണ്. മനഃപൂർവ്വം വെച്ച് താമസിക്കുക ശരിക്കത് പാടില്ല എന്നാണ്. എന്ത് തടസ്സമുണ്ടെങ്കിലും അത് ചെയ്യണമെന്നാണ് വ്യവസ്ഥ. ഈ അതിനുവേണ്ടി ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു സീനിയോറിറ്റിയെ പറ്റിയോ തർക്കം വിചാരിക്കുക, അല്ല ഉണ്ടെന്ന് കരുതുക. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ടെമ്പററി പ്രൊമോഷൻ എന്ന പേരിൽ KS&SRലെ റൂൾ 31 ഉപയോഗിച്ച് പ്രൊമോഷൻ കൊടുക്കാം. ഗവൺമെൻറ് ഇൻ പ്രിൻസിപ്പിൾ ഈ റൂൾ 31 പ്രകാരമുള്ള ടെമ്പററി പ്രൊമോഷൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. എന്നിരുന്നാലും അത് കൊടുക്കാം. നിങ്ങളുടെ ഈ തന്നെ നമ്മുടെ ഋഷാ സിംഗ് സാർ ഇവിടെ കമൻ്റ് എഴുതുന്നില്ലേ, അദ്ദേഹം ഏതാണ്ട് 137ഓളം ഹവിൽദാർമാർക്ക് ഈ റൂൾ 31 ഉപയോഗിച്ച് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ഗവൺമെൻറ് സാങ്ഷൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉത്തരവാക്കിയുള്ള ഞാൻ കണ്ടില്ല. അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്യാം. കാരണം ഈ പ്രൊമോഷൻ തരിക എന്നുള്ളത് ജീവനക്കാരുടെ താല്പര്യം മാത്രമല്ല, വേക്കൻസി ആയി കിടന്നാൽ ദാറ്റ് മേ അഫക്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ യഥാസമയങ്ങളിൽ പ്രൊമോഷൻ കൊടുത്ത് പോസ്റ്റ് ഫില്ല് ചെയ്യുക എന്നുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യമാണ്, അല്ലാണ്ട് ജീവനക്കാരന് വേണ്ടി മാത്രമല്ല. അതിൻ്റെ സാമ്പത്തിക നേട്ടവും മറ്റും കിട്ടുന്നത് വ്യക്തിക്കായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ഇറ്റ് ഈസ് മോർ കൺസേൺഡ് വിത്ത് ദി ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം ആ പോസ്റ്റ് വേക്കൻ്റ് ആയി കിടക്കരുത്. അപ്പോൾ ഫില്ല് ചെയ്യാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതിനാണ് ഈ ടെമ്പററി പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ നിലവിലുള്ള പ്രൊമോഷൻ്റെ പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ട. അത് ഫോളോ ചെയ്യുമ്പോൾ കുറേ സമയമെടുത്താൽ അത് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻട്രസ്റ്റിനെ ബാധിക്കാം. സോ യു പ്രൊമോട്ട് വാട്ട് ഈസ് അവൈലബിൾ ഓർ ദ ഇൻഫർമേഷൻ അഡ്മിസിബിൾ ഓർ അവൈലബിൾ ആസ് പെർ റെക്കോർഡ്സ്. എന്നിട്ട് നിങ്ങൾ അതൊരു കൊല്ലത്തിനുള്ളിൽ ക്രമീകരിച്ചാൽ മതി. ഇപ്പോൾ പണ്ടൊക്കെ ഒരു കൊല്ലത്തിനാണ്, ഇപ്പോൾ അതും വേണ്ട, ഇൻക്രിമെൻറ്റ് വാങ്ങി പോവുകയും ചെയ്യാം. HRക്ക് എന്താ മാനദണ്ഡമുള്ളൂ സാധാരണ ഇതിൽ? ഇത് നമുക്ക് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്രീ ക്വാർട്ടേഴ്സ് അല്ലാണ്ട് ബേരക്കോ കിട്ടിയാലും അത് പാടില്ലെന്നാണ്. കാരണം ഇത് ഫാമിലിയെയും കൂടി ഉദ്ദേശിച്ചാണ് HR തരുന്നത്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു അത് KSRലില്ല. ഇനി നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സ്പെഷ്യൽ റൂളുകളോ ഗൈഡ് ലൈൻസോ ഉണ്ടാവാം, കാരണം ഇത് ഡിപ്പാർട്ട്മെൻറ്റ് സ്പെസിഫിക്കാണ്. പക്ഷേ എങ്ങനെയാണെങ്കിലും ഫാമിലിയെ ഉദ്ദേശിച്ചാണ് ഈ HR തരുന്നത്. അങ്ങനെയാണെങ്കിൽ അൺമാരീഡ് ആയ ഒരാൾക്ക് ഈ HR കൊടുക്കണോ എന്ന് നോക്കാറില്ല. അതൊരു ഗവൺമെൻറ് പോളിസി എന്ന രീതിയിൽ എല്ലാ സർക്കാർ ജീവനക്കാർക്കും. കാരണം അയാളോട് ആവശ്യപ്പെടുന്നത് എന്താ? വിതിൻ 15 കിലോമീറ്റർ റേഡിയസിൽ സർക്കാർ ജീവനക്കാരൻ താമസിക്കണം. അതിനാണ് ഈ എമൗണ്ട് തരുന്നത്. അപ്പോൾ ക്വാർട്ടേഴ്സ് ഉള്ളവർക്ക്, ഫാമിലി ക്വാർട്ടേഴ്സ് ഉള്ളവർക്ക് കിട്ടില്ല. അത് മാത്രമേ റൂളിൽ പറയുന്നുള്ളൂ. അവർക്ക് സറണ്ടർ കൊടുക്കുമ്പോൾ അത് കിട്ടില്ല, ടെർമിനൽ സറണ്ടർ കാര്യത്തിലും കിട്ടില്ല. അത് ഡിപ്പാർട്ട്മെൻറ്റ് ചില ഡിസ്ക്രിപ്ഷനിൽ എടുക്കുന്നതായിരിക്കാം. അത് തെറ്റാണെന്നേ ഞാൻ പറയൂ. അതൊരിക്കലും ഒരു KSRലെ ഒരു റൂളിനെ ഡിപ്പെൻഡ് ചെയ്തില്ല. സർക്കാർ ഒരു എമൗണ്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ആനുകൂല്യം കൊടുക്കുന്നത് അത് ജീവനക്കാർക്ക് കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും ഡിപ്പാർട്ട്മെൻറ്റിന് ഈ പ്രശ്നങ്ങളിൽ. ക്വാർട്ടേഴ്സ് കിട്ടിയിട്ട് ക്വാർട്ടേഴ്സ് വാടക കൊടുത്ത് പോകണവരില്ലേ? എല്ലാ ആൾക്കാരും ഇപ്പോൾ എത്ര 100 നമ്മുടെ ചില ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ കാണാം. നമുക്ക് തന്നെ പറ്റുന്ന മണ്ടത്തരം. ഞാൻ എല്ലാ ദിവസവും എറണാകുളത്ത് നിന്ന് പാടുപെട്ട് ഒരു ദിവസം 144 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ തോന്നുന്നു, ഇയാൾ എന്ത് പാടുപെട്ടിട്ടാണ് വരുന്നതെന്ന് കിട്ടുന്ന ആൾ കരുതിക്കോട്ടെ എന്ന് വെച്ച് നമ്മൾ എഴുതുക. അയാൾക്ക് ചോദിക്കാൻ, താൻ ആരോട് ചോദിച്ചിട്ടാ ഈ 15 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോണത്? നാളെ തൊട്ട് എനിക്ക് HR തരണ്ട, ആ കാശ് തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. കാരണം വി ആർ സപ്പോസ് ടു റിസൈഡ് വിതിൻ ദ ലിമിറ്റ് ഓഫ് 15 കിലോമീറ്റേഴ്സ് റേഡിയസ് ഓഫ് ദ ഓഫീസാണ്. നിങ്ങൾക്കത് 8 കിലോമീറ്ററാണ്. എസൻഷ്യൽ സർവീസുകാർക്കും എൻഫോഴ്സ്മെൻറ്റുകാർക്കും 8 കിലോമീറ്ററാണ്. കാരണം ഒരു സിറ്റുവേഷൻ വന്നാൽ ഇമ്മീഡിയറ്റ്ലി യുവർ സർവീസ് ഷുഡ് ബി ഈസിലി അവൈലബിൾ ടു ദ ഓഫീസ്. അതാണ് ഇതിൻ്റെ വലിയ പശ്ചാത്തലം. അപ്പോൾ ഇതൊക്കെ റിലാക്സ് ചെയ്ത് പോകും. എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ വർഷങ്ങളായിട്ട് പിന്തുടർന്ന് വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിൽ ഞാൻ വേറൊരു കാര്യം കൂടിയും പറയാം. ഇപ്പോൾ നിങ്ങളുടെ തന്നെ ഈ പോലീസ് ട്രെയിനിങ് പീരീഡ് അതൊക്കെ 1/3/2011 ഒരു GOMS നമ്പർ 80/2011 നമ്പർ ഹോം അത് പ്രകാരം ഡ്യൂട്ടി ഫോർ ഓൾ സർവീസ് പർപ്പസായി കണക്കാക്കി. എന്നിട്ടും ഈ മേഖലയിൽ ഇപ്പോഴും സംശയം തീർന്നിട്ടില്ല. കാരണം ഈ ട്രെയിനിങ് എന്നുള്ളത് കേരള സർവീസ് റൂൾസിൽ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കാര്യം പറയുന്നുള്ളൂ. ഒന്ന്, ട്രെയിനിങ് കാലഘട്ടങ്ങൾ ഡ്യൂട്ടിയായി കണക്കാക്കിയാൽ ട്രെയിനിങ്ങിലിരിക്കെ ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടിയാൽ അയാൾ പോയി ജോയിൻ ചെയ്യാണ്ട് തന്നെ ഉയർന്ന പോസ്റ്റ് കിട്ടും. ജോയിൻ ചെയ്യേണ്ട, ട്രെയിനിങ് കഴിഞ്ഞ് പോയി ജോയിൻ ചെയ്താൽ മതി. ഇയാളുടെ ജൂനിയർ എന്ന് ജോയിൻ ചെയ്തോ ആ ഡേറ്റ് തൊട്ട് ഇയാൾക്ക് ശമ്പളവർദ്ധനവും കിട്ടും. പിന്നെ ഒന്നുള്ളത് റൂൾ 37 ബിഗ് ബി ബ്രാക്കറ്റ് സ്മോൾ എ എന്ന് പറഞ്ഞൊരു റൂളുണ്ട്, KSR പാർട്ട് 1. അതിൽ പറയുന്നത് if the period of training is duty for all purpose, the employee is eligible for all pay and allowance ആണ്. ഡ്യൂട്ടിയായി കണക്കാക്കുന്നില്ലെങ്കിൽ മാത്രം അയാൾക്ക് സ്റ്റൈപ്പൻറ്റും ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോൾ ശമ്പള സ്കെയിലിൻ്റെ മിനിമം ശമ്പളമായി കൊടുക്കുക എന്നാണ് വ്യവസ്ഥ.
ഇതല്ലാണ്ട് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടും KSR പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. കാരണം ട്രെയിനിങ് ഈസ് എ ഡിപ്പാർട്ട്മെൻറ്റ് സ്പെസിഫിക് സബ്ജക്റ്റ്. അപ്പോൾ ട്രെയിനിങ് ഫ്രൂട്ട്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് നിയന്ത്രണം കൊണ്ടുവരും. അപ്പോൾ കോടതി പോയാലും കോടതിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് അതല്ലേ പ്രസൻറ്റ് ചെയ്യുക. ഡിപ്പാർട്ട്മെൻറ്റ് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ട്രെയിനിങ് നടത്തുന്നത്. അപ്പോൾ അത് അതിൻ്റെ രീതിയിൽ പോയില്ലെങ്കിൽ ദ എൻറ്റയർ എമൗണ്ട് ബിക്കംസ് അൺഫ്രൂട്ട്ഫുൾ. അത് കോടതി അംഗീകരിക്കില്ലേ? അതുകൊണ്ടാണ്. പക്ഷേ എന്നിരുന്നാലും ട്രെയിനിങ് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും 100% പുനഃസ്ഥാപിക്കണം. ഇല്ലെങ്കിൽ ഈ ഉത്തരവിനെതിരെ ഡിപ്പാർട്ട്മെൻറ്റ് നിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമസ്കാരം. ചെയ്യാലോ. ഈ ഒറ്റ പ്രാൺ നമ്പറല്ലേ? പെർമനന്റ് റിട്ടയർമെന്റ് അക്കൗണ്ട് ഇന്ത്യയിലെല്ലാം ഒന്നല്ലേ? ഓട്ടോമാറ്റിക്കലി ആ വേറെ പ്രാൺ നമ്പർ എടുത്തോ? ഇല്ലല്ലോ, ഉണ്ടാവില്ല. ന്യൂ പെൻഷൻ അല്ല, അത് സംബന്ധിച്ചു അയാൾ ഈ പുതിയ പ്രാൺ അയാൾ എടുത്തിട്ടുണ്ടോ? അതായത് പെർമനന്റ് റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ എടുത്തിട്ടുണ്ടോ? ഉണ്ടാവില്ല. കാരണം ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ പ്രാൺ നമ്പറാണ്. ഇനി ഇടയ്ക്ക് ഒരു പക്ഷേ അവിടെ 1/4/2004 തുടങ്ങിയല്ലോ. അവിടെ 3 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് 1/4/13 തുടങ്ങിയുള്ളൂ. അപ്പോൾ ആ ഗ്യാപ്പിലാണ് അത് PN മാറ്റി കൊടുത്താൽ മതി. പ്രാൺ നമ്പർ തുല്യമായിട്ട് കിട്ടുക. അങ്ങനെയാണ്. പ്രാൺ നമ്പർ ചേഞ്ച് വരില്ല. ആ അടച്ച എമൗണ്ടിന് കൂടെയാണ് ഇനി നമ്മൾ അടയ്ക്കുന്ന തുകയും പോവുക. വേണ്ട, ഇവിടെ ഓട്ടോമാറ്റിക്കലി ജോയിൻ ചെയ്യുമ്പോൾ ഈ വിവരം പറഞ്ഞാൽ മതി. പുതിയ പ്രാൺ നമ്പർ തുടങ്ങുന്നില്ല എന്ന് അറിയുമ്പോൾ തന്നെ ദ എംപ്ലോയി ഈസ് ഹാവിങ് ഓൾറെഡി എ പ്രാൺ എന്നുള്ള കാര്യം ബോധ്യമാകും. സാർ നമസ്കാരം. ഞങ്ങൾ ഒരു സഹപ്രവർത്തകന് ജാമ്യം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം മെഡിക്കൽ ലീവ് ആയിരുന്നു കുറേ. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഡെസേർട്ട് പ്രഖ്യാപിച്ചു. ഇപ്പോൾ അതിൻ്റെ എൻക്വയറിയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ ജാമ്യം നിന്നത്. അത് സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ നമ്മൾ ഇതിൽ ഒപ്പിട്ട് കൊടുത്താ. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ റിക്കവർ ചെയ്തുകൊണ്ട് കോപ്പറേറ്റീവ് ബാങ്കാണോ? അല്ല, നമ്മുടെ KPHCC എറണാകുളം KPHCC പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? അതെ. അപ്പോൾ അതിന് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. റൂൾ പ്രകാരം നമ്മൾക്ക് ബോണ്ടഡ് ഓബ്ലിഗേഷൻ ഉണ്ട്, തിരിച്ചു കൊടുത്തേ പറ്റൂ. കാരണം ഈ ജീവനക്കാരൻ വീഴ്ച വരുത്തിയാൽ ജാമ്യക്കാരുടെ ശമ്പളത്തിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സന്നദ്ധനാണെന്ന് നിങ്ങളുടെ മേലധികാരി ഒപ്പിട്ടിട്ടാണ് ഈ ലോൺ കൊടുത്തിട്ടുണ്ടാവുക. ടെക്നിക്കലി അങ്ങനെ പാടില്ല. പക്ഷെ നമുക്കൊരു സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂലോ ഒരു കമ്പാഷനറി ഗ്രൗണ്ടിലോ ഒക്കെ വേണമെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുക. ഞാൻ ഇയാളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അയാൾ അടയ്ക്കാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും അതൊരു കുറച്ച് കാലത്തേക്ക് നിർത്തി തരണമെന്നൊക്കെ പറഞ്ഞാൽ ഒരു മാനവികതയുടെ വെളിച്ചത്തിൽ വേണമെങ്കിൽ ഹെഡ് ഓഫ് ഓഫീസ് ചെയ്യാം. പുള്ളി നാട്ടിലുണ്ട്, നാട്ടിൽ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ആൾക്കാർ മുഴുവൻ അങ്ങനെ തന്നെയാണ്. കാരണം അവർക്കറിയാലോ. ഇപ്പൊ വക്കീലിനോട് ചോദിച്ചപ്പോ കേസ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. കാരണം ചീറ്റിംഗ് കേസായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ സമ്മതിച്ചിട്ടുള്ളതാണ്. കാരണം അവിടെ പോയി ഒപ്പിട്ടില്ലേ? നിങ്ങൾ 3 പേര് ഒപ്പിട്ടുണ്ടാവുക. ബാങ്കിന്റെ കണക്കിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ കണക്കിൽ 3 ലോണീസ്. നമ്മൾ പറഞ്ഞ ജാമ്യാണെങ്കിലും ഈ 3 പേരും കൂടി തുല്യമായി സമ്മതിച്ചിട്ടാണ് ഒപ്പിടുന്നത്. ഇതൊരു തൊന്തര പിടിച്ച വിഷയമാണ്. ചില ആൾക്കാർ ഗവൺമെന്റ് സർവീസിലേക്ക് വരുന്നത് ലോൺ എടുക്കാൻ വേണ്ടിയാന്നുള്ളതാണ് തോന്നുക. അതെ. എന്നിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ 4 5 എണ്ണമായിട്ട് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ അയാൾ ഒരു ട്രാൻസ്ഫർ കൊടുക്കും. എന്നിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് വീണ്ടും വാങ്ങും. ഇതിൽ ഈ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുക്കുന്ന ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസറെ തൽക്കാലം അപകടത്തിൽപ്പെടുത്താൻ പറ്റും. കാരണം അവർ ഈ സ്ഥാപനത്തിൽ നിന്ന് നോട്ടീസ് കിട്ടിയിട്ട് ഈ ജീവനക്കാരൻ്റെ ചിലപ്പോൾ ശമ്പളം ഉണ്ടാവില്ല അടയ്ക്കാൻ. അയാൾക്ക് ചിലപ്പോൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അതാണ് അവസ്ഥ. അങ്ങനെ വരുമ്പോൾ ഈ ഒപ്പിട്ട് കൊടുത്ത മേലധികാരിയുടെ ശമ്പളം വേണമെങ്കിൽ 5-6 മാസത്തേക്ക് തടഞ്ഞു വെക്കാൻ അവർ ചോദിച്ചാൽ പറ്റും. റിക്കവറി നടക്കൊന്നും പറ്റില്ല. പക്ഷേ 4-5 മാസത്തേക്ക് തടഞ്ഞു വെക്കാം. കാരണം ഇതൊരു സെറ്റിൽമെൻറ്റ് ആക്കിയിട്ട് ഇയാളുടെ ശമ്പളം മാറിയാൽ മതിയെന്ന് ഈ ഉദ്യോഗസ്ഥൻ്റെ മേലധികാരിക്ക് ഒരു സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഓർഡർ ട്രഷറിക്ക് കൊടുക്കാം. അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. വേറെ ഏതെങ്കിലും ട്രാപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ പറ്റുള്ളൂ. വ്യക്തിക്ക് ഇപ്പൊ ഒന്നും നഷ്ടപ്പെടാനില്ല. ഇപ്പൊ നമുക്കാണ് നഷ്ടപ്പെടുന്നത്. നമുക്ക് ആ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത്ര വലിയ തുകയാണോ? ഒരു ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് നമുക്ക് ഈ എമൗണ്ട് എത്ര വലുതാണോ? 6,000 എൻ്റെ നിന്ന് പിടിക്കുന്നുണ്ട്. ഒരു 4,000 സംതിങ് അവിടെയും പിടിക്കുന്നുണ്ട്. ഇത് രക്ഷയില്ല, പറ്റില്ല. നിയമപ്രകാരം പറ്റില്ല, എളുപ്പമല്ല. ഒരു തൊന്തര പിടിച്ച വിഷയം അത്. ഇല്ലീഗലി മൂവ് ചെയ്തുള്ള പ്രശ്നം അത്. അവനക്ക് പണി എന്തെങ്കിലുമൊക്കെ അയാളെ പ്ലീസ് ചെയ്യിച്ചിട്ട് അയാൾക്ക് വേറൊരു ലോൺ കൊടുക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെയൊക്കെ കൊടുത്തിട്ട് അപ്പൊ ഈ സർവീസ് ആൾക്ക് വേണ്ടേ? ഈ ഡെസർട്ടഡ് ആകുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു താൽക്കാലിക കാര്യമല്ലേ? അൺഓതറൈസ് ആബ്സൻസ് പോലെയല്ലേ? അത് അവസാനം റെഗുലറൈസ് ചെയ്ത് സർവീസായിട്ട് വരില്ലേ?
പിന്നെ ഒരു കാര്യം ചെയ്യാം, അയാളുടെ കാര്യമില്ല, അയാൾ സർവീസിലില്ലോ അല്ലേ, DCRG നിന്ന് റിക്കവർ ചെയ്യാൻ സന്നദ്ധനാണ് എന്ന് എഴുതി കൊടുക്കേണ്ടി വരും. കാരണം DCRG സമ്മതമില്ലാണ്ട് പിടിക്കാൻ പറ്റില്ല. DCRG ഈസ് നോട്ട് അറ്റാച്ചബിൾ കോർട്ട് ഓഫ് ലോ ആണ്, കോടതിക്ക് വരെ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങനെ എഴുതി കൊടുത്താൽ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കില്ലല്ലോ. പിന്നെ വേണമെങ്കിൽ എമൗണ്ട് കുറയ്ക്കാൻ പറയാം. 6000 എന്നുള്ളത് നമുക്കൊരു തോന്നുന്നില്ല. സപ്പോസ് എമൗണ്ട് നല്ല സുഹൃത്താണ് അല്ലേ? നല്ല സുഹൃത്താണ്, ഒപ്പുണ്ടായിരുന്നു, നല്ല സുഹൃത്തായിരുന്നു. പറഞ്ഞിട്ടേ അറിയില്ല സാർ, സംഭവിച്ചു പോയി. അല്ല, അത് പ്രാക്ടിക്കലായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ സമ്മതിച്ചു കൊടുത്തുള്ളതാണ്. അതുകൊണ്ടാണ് ഇവൻ ലാസ്റ്റ് വിവാഹം കഴിക്കില്ല എന്നുള്ള ഘട്ടം വന്നപ്പോൾ ആ കുട്ടി മറ്റേ DGPക്ക് പരാതി കൊടുത്തു. അവരുടെ മുഴുവൻ സമ്പാദ്യം ഇവന് കൊടുത്തു ആണ് ആ കുട്ടി മൊഴി കൊടുത്തത്. പക്ഷേ ഇവൻ വിജയൻ സാർ കമാൻഡൻറ്റും പ്രസന്നകുമാർ സാർ ആയിരുന്നു. അപ്പം നോക്കിയപ്പോൾ ഇവൻ്റെ ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റും എടുത്തപ്പോൾ അതിൽ നില്ലാണ്. അപ്പോൾ 10 സെൻറ്റ് സ്ഥലം ഇവൻ്റെ പേരിൽ കിടപ്പുണ്ട്. നേരെ അത് റിക്കവർ ചെയ്ത് ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ വളരെ അലസമായിട്ട് ആൾക്കാർ നില്ലെഴുതും, സമയത്തിരക്കൊണ്ടോ. അല്ല, അത് പ്രശ്നമാണ്. വെച്ചാൽ ഇത് തുറന്നു നോക്കില്ലല്ലോ. ലാൻഡ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഈസ് ഒരു കോൺഫിഡൻഷ്യൽ റെക്കോർഡാണ്. നോ ബഡി ഈസ് ഗോയിങ് ടു ഓപ്പൺ ഇറ്റ്. പക്ഷേ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ തുറക്കണ നേരത്ത് അതിൽ പറഞ്ഞത് നുണയാണെങ്കിൽ അതിന് സമാനം വേറെ പറയേണ്ടി വരും. വയലേഷൻ ഓഫ് റൂൾ 37 ഗവൺമെന്റ് സർവൻസ് കോൺട്രാക്ട് റൂൾസ് ആയിട്ട് അയാൾക്ക് പേര് നടപടിയെടുക്കാം. തുറന്നു നോക്കേണ്ടതെന്നാണ് നമ്മുടെ വ്യവസ്ഥ. ഒരു പരാതി വരുമ്പോൾ മാത്രമേ നോക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ഇത് സ്ഥിരമായി ആഫീസുകൾ സൂക്ഷിക്കണം എന്നാണ് വ്യവസ്ഥ. അയ്യോ, അത് വളരെ നല്ല കാര്യമല്ലേ അത്? അതായത് ഇൻ കേസ് ഓഫ് ഡെത്ത് ഓർ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ പറയുന്ന സം അഷ്യൂർഡ് എമൗണ്ടും അതിൻ്റെ ഇൻട്രസ്റ്റും കൂടി നമുക്ക് അതിൽ ആരാണോ നോമിനി കിട്ടും. മാത്രമല്ല അത് റിക്കവറി കണ്ടിന്യൂസ് ആയിട്ട് പോവുകയും ചെയ്യും. മാത്രമല്ല അത് കമ്പൽസറി ആണ്. ഇല്ലെങ്കിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് ഉത്തരവാക്കി തരില്ല. ഇല്ല, ഒന്നുമില്ല. ഇല്ല, അത് അതിന് കിട്ടുന്ന പലിശ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കറക്റ്റ്. ഗ്രൂപ്പ് ഇൻഷുറൻസ് കമ്പൽസറി ആണ്. അതുകൊണ്ടല്ലോ ഈ സസ്പെൻഷൻ കാലഘട്ടങ്ങളിൽ കിട്ടുന്ന ഉപജീവന ഭത്തയെന്ന് വരെ GIS റിക്കവർ ചെയ്യണം, GIS റിക്കവർ ചെയ്യണം. അതാണ് വ്യവസ്ഥ. സബ്സിഡി അലവൻസ് കിട്ടുമ്പോൾ അത് റിക്കവർ ചെയ്യണം എന്നാണ് വ്യവസ്ഥ. യെസ്, നമ്മളൊരു അറ്റത്തും ആയിട്ടില്ല അല്ലേ? അല്ല, ഇത് അതായത് നമുക്ക് ഈ സംശയമുള്ള ഭാഗങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്താലേ പറ്റുള്ളൂ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരും. ഈ സസ്പെൻഷനൊക്കെ ഇപ്പോൾ നമുക്ക് പുതിയ ഇത് ഉണ്ടല്ലോ, സസ്പെൻഷൻ നോർമലി 6 മാസത്തിൽ കൂടുതൽ സസ്പെൻഷൻ പാടില്ല. 6 മാസം കഴിഞ്ഞാൽ റിവ്യൂ ചെയ്യണം. എല്ലാ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയുടെ RPSലെങ്കിലും ഇതിനൊരു റിവ്യൂ സംവിധാനം ഉണ്ടാക്കണം. 6 മാസം കഴിഞ്ഞിട്ടും ഒരാളെ സസ്പെൻഷനിൽ തുടരണമെന്നുണ്ടെങ്കിൽ ഈ ആരാണോ സസ്പെൻഡ് ചെയ്ത് ആ അധികാരി അയാളുടെ ഹയർ അതോറിറ്റിയെ ഇതിൻ്റെ ആവശ്യകത പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ സമ്മതം വാങ്ങിയിട്ട് മാത്രമേ റീറ്റെയിനിങ് എ ഗവൺമെൻറ് എംപ്ലോയി അണ്ടർ സസ്പെൻഷൻ ബിയോണ്ട് 6 months എന്നാണ് വെപ്പ്. ആ കേസാറാണ് വിധി വന്നിട്ട് 3 മാസത്തിനുള്ളിൽ MOC കൊടുക്കണമെന്നാണ്, മെമ്മോ ചാർജസ് കൊടുക്കണമെന്നാണ്. അതിപ്പം പണ്ടുണ്ട്. സസ്പെൻഷൻ ക്വാഷ്ഡ് ആണ്, സസ്പെൻഷൻ ഇല്ല. പിന്നെ അങ്ങനെയാണ് തിരിച്ചെടുക്കണം. അതായത് സസ്പെൻഷൻ അൺവാണ്ടഡ് സസ്പെൻഷൻ എന്ന രീതിയിലാണ് കോടതി കാണുക. അല്ല, അതൊരു ഇത് മുമ്പുണ്ട്. 6 മാസം കഴിഞ്ഞിട്ട് സസ്പെൻഷൻ ഇരിക്കുന്ന ഒരാളെ തിരിച്ചെടുത്തില്ലെങ്കിൽ അയാൾ കോടതി പോയാൽ കോടതി ആദ്യം നോക്കുക വെദർ ദി MOC മെമ്മോ ഓഫ് ചാർജ് ഹാസ് ബീൻ സെർവ്ഡ് ടു എംപ്ലോയി നോക്കുക. എന്താണ് ഈ MOC? ഈ ജീവനക്കാരൻ ചെയ്ത കുറ്റങ്ങളുടെ പട്ടികയാണ്. 6 മാസമായിട്ടും അത് കൊടുത്തില്ലെങ്കിൽ അതിനർത്ഥം എന്താ? ദ ഡിപ്പാർട്ട്മെന്റ് ഡസൻ നോ വൈ ദ എംപ്ലോയി ഹാസ് ബീൻ പ്ലേസ്ഡ് ഓൺ സസ്പെൻഷൻ. അതിനർത്ഥം 6 മാസമായിട്ട് ജീവനക്കാരനെതിരെയുള്ള കുറ്റപത്രം തയ്യാറായില്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് ഇൻ ദ ഡാർക്ക് ആസ് ടു വൈ ആൻഡ് ഹൗ ദ എംപ്ലോയി ഹാസ് ബീൻ പ്ലേസ്ഡ് ഓൺ സസ്പെൻഷൻ എന്നാണ് കോടതി കണക്കാക്കുക. അതുകൊണ്ട് മുമ്പേ ഉണ്ടത്, പക്ഷേ അത് 6 മാസമായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവ് വന്നു ഫെബ്രുവരി 2014. അതുപ്രകാരം ഈ MOC മെമ്മോ ഓഫ് ചാർജ് ഈസ് നോട്ട് സെർവ്ഡ് വിതിൻ 3 months ഓഫ് സസ്പെൻഷൻ, ദ സസ്പെൻഷൻ ഓട്ടോമാറ്റിക്കലി സ്റ്റാൻഡ്സ് ക്വാഷ്ഡ് ആണ്. പിന്നെ അതില്ല, ആ കാലമൊക്കെ ഡ്യൂട്ടി ആയിട്ട് അയാൾക്ക് തിരിച്ചെടുത്ത് ശമ്പളാനുകൂല്യങ്ങൾ കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കും, ഇല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് സമാനം. കാരണം ചില കേസുകളിൽ വലിയ ക്രമക്കേടുകൾക്കൊക്കെ വഴിവെച്ച ഒരാളാണെങ്കിൽ അയാൾക്ക് ലൂപ്പ് ഹോൾസ് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുക എന്ന രീതിയിലാണ് ഒരു അവസാനത്തെ കൂടി തിരിഞ്ഞ് ബൂമറാങ് ചെയ്ത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേലേക്ക്. അതുകൊണ്ടാണല്ലോ ചില ആൾക്കാരെ റിട്ടയർമെൻറ്റ് അന്ന് സസ്പെൻഡ് ചെയ്യുന്നത്. റിട്ടയർമെൻറ്റിൻ്റെ ഈ ആഘോഷങ്ങളൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ഇങ്ങനെ അയാളെ മത്സരിച്ച് പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കാം. കാരണം അയാളുടെ ശല്യം വന്ന് രാത്രി 12 മണിയോട് തീർന്നു കിട്ടും. അപ്പം മത്സരിച്ച് പുകഴ്ത്താം. അയാൾക്ക് തന്നെ തോന്നും, ഓ ഇങ്ങനെയൊക്കെയുള്ള ഞാൻ റിട്ടയർ ചെയ്യണം ഇപ്പോൾ എന്ന് തോന്നാവുന്ന അത്രയും മത്സരിച്ച് പുകഴ്ത്തുകയാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ് ഗുണങ്ങളുടെ ഒരു പട്ടികയായിരിക്കാം. ആ നേരത്താണ് ഈ തണ്ടർ ബോൾട്ട് പോലെ ഈ സാധനം വരിക. കാരണം അയാളെ സസ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. സസ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ഈ ഈസ്
ഇമ്മ്യൂൺ ടു കെയർ ഈ പണിഷ്മെൻറ്റ് റൂളുകൾ സിൻസ് ദ 12th രാത്രി 12 മണിയോടുകൂടി അയാൾ രക്ഷപ്പെടുന്നു. റിട്ടയർ ചെയ്താലും ജീവനക്കാരൻ്റെ പേരിൽ അന്വേഷണം പോകണമെങ്കിൽ ഈ ചട്ടം വെച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ KPDIPA വേണം, അല്ലെങ്കിൽ കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് വേണം. അപ്പോൾ ഒരാൾ സസ്പെൻഡ് ചെയ്യുന്ന ഗുണം, സസ്പെൻഡ് ചെയ്താൽ ദ റിട്ടയർമെൻറ്റ് ടേക്സ് പ്ലേസ് വൈൽ ഓൺ സസ്പെൻഷനാണ്. അപ്പോൾ നിയമത്തിൻ്റെ മുമ്പിൽ ദ എംപ്ലോയി ഈസ് ഡീംഡ് ടു ഹാവ് ബീൻ കണ്ടിന്യൂയിങ് ഇൻ സർവീസ് എന്ന വ്യാജേന ഇതേ റൂൾ വെച്ച് അയാൾക്കെതിരെ അച്ചടക്ക നടപടി തുടരാം. ഇല്ലെങ്കിൽ എന്തുണ്ടാവും? ആരാണോ ഇയാൾക്കെതിരെ യഥാസമയം നടപടിയെടുക്കാതെ എസ്കേപ്പ് ചെയ്യാൻ അനുവദിച്ചത് അയാളെ ആൻസറബിൾ ആകും. ചില യൂസ്ലെസിൻ്റെ കൂടെ ആൾക്കാരായുള്ള ജീവനക്കാരുടെ കൂടെ ജോലി ചെയ്തതിൻ്റെ പേരിൽ മര്യാദക്കാരായ ആൾക്കാർ ചിലപ്പോൾ പെട്ടുപോകും. അത് ഒഴിവാക്കാനാണ് റിട്ടയർമെൻറ്റിന് തൊട്ട് മുമ്പ് ചില ആൾക്കാരെ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ഇല്ലെങ്കിൽ അയാൾ രക്ഷപ്പെട്ടു പോവുകയും ബാക്കിയുള്ളവർ വിടുകയും ചെയ്യും. ഈ ശനിയാഴ്ചത്തെ സർട്ടിഫിക്കറ്റിൽ തിങ്കളാഴ്ച ഡേറ്റ് ഇട്ടു. തിങ്കളാഴ്ചയാണല്ലോ ആൾ ജോയിൻ ചെയ്യേണ്ടത്. അപ്പം അദ്ദേഹം ഡോക്ടറെ കണ്ടിട്ട് തിങ്കളാഴ്ചത്തെ ഡേറ്റ് ഇട്ട് വാങ്ങിച്ചു. അപ്പോൾ ഇത് ഒരു മാൽ പ്രാക്ടീസ് നടത്തിയെന്ന് പറഞ്ഞിട്ട് ആളെ ജോയിൻ ചെയ്യിപ്പിക്കാതെ വീണ്ടും പോയിട്ട് ഒരു ദിവസത്തെ കൂടി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫിറ്റ്നസ് മേടിച്ചിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റും പിന്നെ ചൊവ്വാഴ്ചത്തെ ഫിറ്റ്നസ് ഒക്കെ മേടിച്ചിട്ടാണ് ആളെ ജോയിൻ ചെയ്യിപ്പിച്ചത്. അപ്പോൾ അയാൾ അങ്ങനെ ചെയ്തതിൽ എന്തെങ്കിലും അപാധി ഉണ്ടോ? ഡോക്ടർ കൊടുത്തു സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഇട്ട് കൊടുത്തു. അല്ല, അത് നമുക്കിപ്പോൾ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെദർ ഇറ്റ് ഈസ് ജെനുയിൻ ഓർ നോട്ട് ഓർ ഇറ്റ് ഈസ് ഡിപ്പെൻഡബിൾ നമ്മൾ കണക്കാക്കുക അതിൻ്റെ ഡേറ്റ് നോക്കിയിട്ടാണ്. അപ്പോൾ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് തരുന്നോ അതിൻ്റെ പിറ്റേന്ന് കാലത്ത് ഹീസ് ഫിറ്റ് ഫോർ റീജോയിനിങ് ഡ്യൂട്ടി എന്നാണ് പൊതുവ്യവസ്ഥ. പക്ഷേ ഇപ്പോൾ നമുക്ക് തൊട്ടടുത്ത് കയ്യെത്താവുന്ന ദൂരത്ത് നിങ്ങളുടെ ഓഫീസിന് തൊട്ട് മുമ്പിൽ ഒരു ഗവൺമെൻറ് ആശുപത്രി ഉണ്ടെങ്കിൽ അവിടുത്തെ ഡോക്ടറെ നിന്ന് വാങ്ങിയിട്ട് അന്ന് തന്നെ ജോയിൻ ചെയ്യാം. കാരണം FN എന്ന് പറഞ്ഞാൽ 10 തൊട്ട് 1 മണി വരെയുള്ള സമയം അനുവദിക്കാം. അല്ലാണ്ട് കാലത്ത് 10 മണിക്ക് വന്നാൽ മാത്രം FN മീനിങ് ഒന്നുമില്ല. ലീവ് കഴിഞ്ഞ് തിരികെ വരുന്ന ആൾക്ക് അങ്ങനെ ചെയ്യാം. ഇയാൾ തിങ്കളാഴ്ച കൊണ്ടുവരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ. അപ്പം ചോദ്യം ചെയ്യാം, എങ്ങനെയാണ് ഈ കോട്ടയം നിന്നൊക്കെ കഴിഞ്ഞ് കാലത്തോടെ ഒന്ന് ജോയിൻ ചെയ്യാൻ പറ്റുക? എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതേപോലെ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ കാലത്ത് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ഇവിടെ വന്ന് ഉച്ചയ്ക്ക് ജോയിൻ ചെയ്തായിട്ട് രേഖ ഉണ്ടാക്കിയിട്ട് അതിനെപ്പറ്റി പ്രശ്നം ഉണ്ടായതാണ്. എങ്ങനെ വരാൻ പറ്റും? 300 കിലോമീറ്റർ ദൂരത്ത് നിന്ന് കാലത്ത് 10 മണിക്ക് ആഫീസ് തുറന്ന് അവരുടെ മെഡിക്കൽ കോളേജ് ആഫീസ് തുറന്ന് സീലടിച്ച് വാങ്ങിയിട്ട് അയാൾ അന്ന് തന്നെ 300 കിലോമീറ്റർ അകലെയുള്ള തൃശ്ശൂരിലെ ജില്ലാ ആഫീസിലേക്ക് വന്ന് അവിടെ നിന്നൊരു പോസ്റ്റിംഗ് ഓർഡർ വാങ്ങിയിട്ട് അവിടെ നിന്ന് 12 കിലോമീറ്റർ അകലെയുള്ള ഒരു ഫാമിൽ പോയി ജോയിൻ ചെയ്തു. അതാണ് കേസ്. പക്ഷേ അത് ഹ്യൂമൻലി ഇമ്പോസിബിൾ ആണ്. മറ്റേ ഗോപിനാഥ് മുതുകാടിനെ പോലുള്ളവർക്കൊക്കെ ഇങ്ങനെ പരകായ പ്രവേശമൊക്കെ നടത്തിയിട്ട് ഒരേ സമയം സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിന് ഒരു പൊതുവ്യവസ്ഥയില്ല. കാരണം ഈ സർവീസ് റൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനക്കാരൻ്റെ വെൽഫെയറിന് വേണ്ടി ഉണ്ടാക്കിയിരുന്നതാണ്. അപ്പോൾ നമുക്കൊരു കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടൊരു വിവക്ഷ എടുക്കാൻ പറ്റില്ല. അവിടെ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ റീസണബിലിറ്റിയും റീസണും ഈ ജീവനക്കാരനെ പറ്റിയുള്ള കോൺഫിഡൻസും എടുത്തുകൊണ്ട് ചെയ്യാം. ഈ മെഡിക്കൽ ലീവിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ മേലധികാരിക്ക് കൊടുക്കാം. എങ്ങനെയാണെങ്കിൽ ഈ ദ ഹെഡ് ഓഫ് ദ ഓഫീസ് ഈസ് ദാറ്റ് മച്ച് കോൺഫിഡൻറ്റ് അബൌട്ട് ദ എംപ്ലോയി ഇൻ റെസ്പെക്ട് ഓഫ് ദ പാസ്റ്റ് സർവീസ്. അത് അയാൾ ബോധ്യമാവുക എന്നുള്ളതാണ്. അപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെന്നില്ല. ഒരു ജീവനക്കാരൻ അത്രയേറെ വിശ്വാസയോഗ്യനാണെന്നും അയാൾ ഒരിക്കലും നിയമവിരുദ്ധമായി ചെയ്യില്ല എന്ന് മേലധികാരിക്ക് വിശ്വസിക്കാൻ മതിയായ സാഹചര്യം ഉണ്ടെങ്കിൽ ഈ ക്യാൻ ഗ്രാൻഡ് മെഡിക്കൽ ലീവ് ഈവൻ വിത്തൗട്ട് എ ഫോർമൽ MC. കാരണം ഇതൊരു ഡിസ്ക്രിഷണറി പവറിൻ്റെ പരിധിക്കകത്ത് വരുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും നിയമപ്രകാരം എങ്ങനെയാണ്, എന്നാണോ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരുന്നത് അതിൻ്റെ പിറ്റേന്ന് കാലത്ത് ജോയിൻ ചെയ്യും. അപ്പോൾ ഞായറാഴ്ചയാണ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എങ്കിൽ ഞായറാഴ്ചയും കൂടി ലീവിൻ്റെ ഭാഗമാകും. എങ്ങനെ? തൊട്ടടുത്തല്ലെങ്കിൽ അകലേന്ന് വരികയാണെങ്കിൽ ഞായറാഴ്ചയും കൂടി ലീവിൻ്റെ ഭാഗമാകും. അതേസമയമായിട്ട് ശനിയാഴ്ചയാണ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിലോ ഞായറാഴ്ച സഫിക്സ് ചെയ്യാം, തിങ്കളാഴ്ച ഒന്ന് ജോയിൻ ചെയ്താൽ മതി. ഇതൊരു കൺഫ്യൂഷൻ പിടിച്ച സാധനമാണ് ഈ മെഡിക്കൽ ഫിറ്റ്നസും മെഡിക്കൽ സർട്ടിഫിക്കറ്റും തന്നെ. അങ്ങനെയാണ് നമുക്കറിയാമല്ലോ. ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നെ അതുകൊണ്ടാണ് ഗവൺമെൻറ് 6 മാസത്തിൽ കൂടുതൽ പഴക്കമുള്ള MC ലീവിന് സ്വീകരിക്കില്ല. നമുക്കും ആ ഒരു സ്റ്റാൻഡ് എടുക്കാം. 6 മാസത്തിൽ കൂടുതൽ പഴക്കമുള്ള MC ഷാൽ നോട്ട് ബി എൻ്റർടൈൻഡ് ഫോർ ലീവ്. കാരണം അതിൽ പറയുന്ന മെഡിക്കൽ റീസൺ ഒരു സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയനിൽ റിവീൽ ചെയ്യില്ല. കാരണം ആ സർട്ടിഫിക്കറ്റും ആ രീതിയാവുമല്ലോ. ഒന്നില്ലെങ്കിൽ എന്താ പറയുക, സ്പ്രേ, ഉളുക്ക്, അല്ലെങ്കിൽ ടെൻഷൻ. ഈ ടെൻഷൻ ഇത്ര ദിവസം നിൽക്കണം എന്നൊരു നിയമമൊന്നുമില്ലല്ലോ അല്ലേ? 2 ദിവസം കൊണ്ട് ടെൻഷൻ പോവാം. അപ്പം അതുകൊണ്ട് അത്തരം രീതിയിൽ തന്നെയാണ് സർട്ടിഫിക്കറ്റും കൊടുക്കുക. ഈ തെറ്റായ സർട്ടിഫിക്കറ്റ് ആണെന്ന് തെളിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഡോക്ടറും ആൻസറബിൾ ആണ്. കാരണം ഡിപ്പാർട്ട്മെൻറ്റിന് അവർ മെഡിക്കൽ കൗൺസിലേക്ക് ഒരു കത്ത് കൊടുത്താൽ അത് പ്രൈവറ്റ് ഡോക്ടർ ആണെങ്കിലും ചിലപ്പോൾ അയാളെ 3 മാസത്തേക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവരും ഇത് നോക്കിയേ ചെയ്യുള്ളൂ. അവർക്ക് അപകടം ഉണ്ടാക്കാത്ത രീതിയിലേ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൊടുക്കുകയുള്ളൂ. ബിക്കോസ് അവർക്കറിയാമല്ലോ അവരുടെ അനുഭവത്തിൽ നിന്നുണ്ടായിട്ടുള്ള കാര്യങ്ങൾ. 9495781649 എപ്പോൾ വേണേൽ വിളിക്കാം. നോ പ്രോബ്ലം. എൻ്റെ കയ്യിലുള്ള ഏത് റെക്കോർഡ്സ് ഡോക്യുമെൻറ്റ്സ് കുറേ ഉണ്ട്, ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. നോ പ്രോബ്ലം. ഇപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എളുപ്പമാണല്ലോ അല്ലേ? ഈ സോ കോൾഡ് വാട്സപ്പും ഇമെയിലൊക്കെ ഉള്ളതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എളുപ്പമാണ്, തരാം.